കേരളവും ഷിയാ, ഇവിടെ ഭയങ്കര ഷിയാക്കളെ ഭീഷണിയാണെന്നാ പറയുന്നത്. നിങ്ങൾ നോക്കണം, മലയാളക്കരയിൽ ഷിയാ സാന്നിധ്യം എന്നാണ് ആരംഭിച്ചതെന്നതിനെ കുറിച്ച് പഠനങ്ങളൊന്നും നടന്നതായി അറിവില്ല. മലയാളക്കര ഷിയാ സാന്നിധ്യം എന്നാണ് ആരംഭിച്ചതെന്നതിനെ കുറിച്ച് പഠനങ്ങളൊന്നും നടന്നതായി അറിവില്ല. ഇവിടെ വന്ന പല സൂഫികളും ഷിയാക്കളാവാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലോകത്താകമാനം ഷിയായിസം പ്രചരിപ്പിക്കുന്നതിൽ ഇറാൻ സൂഫികൾക്ക് അനൽപമായ പങ്കുണ്ട്. ഇബ്നു ബത്തൂത്ത കേരളം സന്ദർശിച്ച വേളയിൽ കോഴിക്കോട്ടെ മതാധ്യക്ഷൻ, ഖാദി, കോഴിക്കോട്ടത്തെ ഖാദി ശിഹാബുദ്ദീൻ കാസറൂനി എന്നൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്തരം അജ്ഞാത വ്യക്തിത്വങ്ങളുടെ മതവീക്ഷണത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. 18ാം നൂറ്റാണ്ടിൽ ബോംബെക്കടുത്ത കല്യാണിൽ നിന്ന് വന്ന മുഹമ്മദ് ഷാ തങ്ങളാണ് കേരള ചരിത്രത്തിൽ അറിയപ്പെട്ട ഷിയാ വ്യക്തിത്വം. അദ്ദേഹത്തിന് ധാരാളം അനുയായികളെയും ലഭിക്കുകയുണ്ടായി. ടിപ്പു സുൽത്താന് ഇദ്ദേഹവുമായി അടുത്ത ബന്ധമായിരുന്നു. മോയിൻകുട്ടി വൈദ്യരുടെ ചില ആദ്യകാല രചനകളിൽ ഷിയാ സ്വാധീനം പ്രകടമാണെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിലെ പല മാപ്പിളപ്പാട്ടുകളിലും ഷിയാ സ്വാധീനം നന്നായി പ്രകടമാണ്. അല്ലേ? എന്നിട്ട് പറയാം, ഒരു പ്രാമാണിക നബിചരിത്ര ഗ്രന്ഥത്തിലും കാണാത്ത കെട്ടുകഥകൾ പ്രവാചകന്റെ പേരിൽ ചുമത്തുന്ന ചില മൗലിദുകളുടെ കർത്താക്കൾ അജ്ഞാതരായതിന്റെ യുക്തിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. കുതുബിയ്യത്ത്, മുഹയ്യിദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ്? കേരളത്തിൽ നേർച്ചകളും ജാറങ്ങളും പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. ഇത് അബ്ദുസലാം സുല്ലമി പറഞ്ഞതല്ല, അല്ലെങ്കിൽ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ പറഞ്ഞതല്ല, അല്ലെങ്കിൽ അബ്ദുൽ ഖാദിർ കരുവമ്പയിൽ പറഞ്ഞതല്ല. ഇത് പറയുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രസിദ്ധീകരണമായ ഈ പുസ്തകമായി പറയുന്നത്. മനസ്സിലായി? മുഹയ്യിദ്ദീൻ മാലിൻ, കുതുബിയ്യത്തൊക്കെ അതിന്റെ കർത്താക്കൾ ആരാണ്? അജ്ഞാതരാണ്. അതൊക്കെ ഷിയാക്കളാണ്. തീർന്നില്ല. ഇനി ഇതിൽ പറയുന്ന മറ്റൊരു സംഗതി എന്താണ്? ഒരുപാട് കാര്യം. ഇതിന് 135, 136 പേജിൽ മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് വായിക്കാം. മുസ്ലിം ലീഗൊക്കെ ഇപ്പൊ ഷിയാക്കളുടെ, ഇവിടെ ലീഗിന്റെ ആൾക്കാരുണ്ടോ? ഷിയാക്കളുടെ ഇതിലാണെന്നാ പറയുന്നത്. കണ്ടോ ഇതിന്റെ? കണ്ടോ? ഷിയാ ബുദ്ധിജീവി സി ഹംസയാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിനും ഇരുവിഭാഗം സുന്നികൾക്കും തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുക്കുന്നത് എന്നാണ് അവരുമായി അടുത്തവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. യൂത്ത് ലീഗ് നേതാക്കളുടെ അനൗപചാരിക ഉപദേഷ്ടാവാണ് അദ്ദേഹം. കണ്ടോ? ഇങ്ങനെ പിന്നെ ലീഗ് വരെ ഷിയായിസത്തിലാണെന്നാ പറയുന്നത്. എന്താ ഈ പറയുന്നത്? അപ്പൊ ഇവിടെ ഒരു ചോദ്യം. നേരത്തെ ഉസ്താദ് പ്രസംഗിച്ചല്ലോ, നിങ്ങൾക്ക് ഈ പുസ്തകത്തിന് മറുപടി അറിയില്ല. നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൽ നിന്ന് പോകുന്നു എന്നല്ലേ. എന്നിട്ട് അതിലിങ്ങനെ വലിയ പൊലിമ പറഞ്ഞില്ല. നിങ്ങൾ അതിന് മറുപടി അറിയില്ല. ഞാൻ വായിച്ചുതരാം. ഈ പുസ്തകത്തിൽ പറയാണ്, ഇതിന്റെ 314 പേജിൽ പറയുന്നുണ്ട്. അബുൽ ഖൈർ മൗലവിയോടാ ചോദ്യം. അബുൽ ഖൈർ മൗലവി ഇന്ന് കേരളത്തിലെ ഏറ്റവും തബ്ലീഗ് ജമാഅത്തിന്റെ സമുന്നതനായ നേതൃത്വം അബുൽ ഖൈർ മൗലവിയാണ്. അദ്ദേഹത്തോട് ചോദ്യം, കേരളത്തിൽ സഹാബാക്കളുടെ കാലത്തു തന്നെ ദീൻ എത്തിയതാണ്, അന്നു മുതലുള്ള നടപടിക്രമങ്ങളാണ് നാം അനുഷ്ഠിച്ചു വരുന്നത് എന്ന് ബിദ്അത്ത് നടത്തുന്നവർ പറയുന്നുണ്ടല്ലോ എന്നാണ്. നമ്മളെ പറ്റിയാണ് പറഞ്ഞത്. ബിദ്അത്ത് നടത്തുക, സുന്നികളെ പറ്റി ബിദ്അത്ത് നടത്തുന്നവർ എന്നാണ് ഇവർ പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് ഇവർ പറയുന്നത്, അതും കൂടി ഒന്ന് വായിച്ചു തരാം, എന്നിട്ട് മറ്റേ വായിക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുത്തൻവാദികളാണ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. 165 പേജ്. ഇതിന്റെ 165 പേജിൽ പറയുന്നുണ്ട്, ഈ വിശ്വാസങ്ങൾ കാരണമായി ഈ വിശ്വാസമുള്ള സമസ്തയും ഉത്തരേന്ത്യയിലുള്ള ബറേൽവികളും ഉൾപ്പെട്ട സംഘം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തായിരിക്കുന്നു. ഇതിലെഴുതിയിട്ടുണ്ട്. സമസ്തയ്ക്ക് പുറത്താന്ന് പറയുന്നത്. അപ്പൊ ബിദ്അത്ത് നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ സമസ്തക്കാരെ പറ്റിയാ ഇവര് പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ അന്നു മുതൽക്ക് വന്നതാണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. അതിന് മറുപടി, സഹാബത്തിന്റെ കാലത്ത് തന്നെയാണല്ലോ ഷിയായിസവും ഉടലെടുത്തത്. അലി റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ ഭരണകേന്ദ്രമായിരുന്നു കൂഫ. അപ്രകാരം മറ്റു പല അറബ് പ്രദേശങ്ങളിലും നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം എത്തിയിരുന്നു. പക്ഷേ അതിൽ പല പ്രദേശങ്ങളും ഇന്ന് ഷിയാക്കളുടെ കരങ്ങളിലല്ലേ. അതെങ്ങനെ സംഭവിച്ചു? ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഷീഈ പ്രസ്ഥാനമുണ്ടായി. അതിന്റെ വക്താക്കൾ എല്ലാ പ്രദേശത്തേക്കും ചേക്കേറി അവരുടെ ആചാരങ്ങൾ ആ പ്രദേശങ്ങളിലേക്കെല്ലാം കയറ്റി അയക്കപ്പെട്ടു. എന്നിട്ട് പിന്നെ പറയാം, ഖവാരിജുകളും ആ കാലത്തല്ലേ ഉണ്ടായത്.
ചില ആൾക്കാർ അലി റളിയല്ലാഹു അൻഹു പടച്ചവനാണെന്ന് വാദിച്ചു. ഞാൻ നിങ്ങളെ തീയിലിട്ട് ചുട്ടുകൊല്ലുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ പറഞ്ഞു, താങ്കൾ പടച്ചവനാണെന്ന് ഇപ്പോൾ നല്ലതുപോലെ ഞങ്ങൾക്ക് ബോധ്യമായി. കാരണം തീ കൊണ്ട് ശിക്ഷിക്കുന്നത് പടച്ചവനാണല്ലോ. ആ കക്ഷികൾ പല വിഭാഗങ്ങളായി പിരിഞ്ഞു. അവരിൽ ഹശബിയ എന്ന ഒരു വിഭാഗമുണ്ടായി. മരം കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നതായിരുന്നു അവരുടെ വാദം. ആരുടെ വാദം? ഷിയാക്കളിൽപ്പെട്ട ഹശബിയാക്കൾ എന്ന വിഭാഗത്തിന്റെ വാദം മരം കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നായിരുന്നു. നമ്മുടെയൊക്കെ പല മിമ്പറുകളിലും മരത്തിന്റെ വാൾ അങ്ങനെ വന്നതാകാനാണ് സാധ്യത. ഈ പള്ളിയിൽ മരത്തിന്റെ വാളുണ്ടോ? അത് ഷിയാക്കളിലൂടെ വന്നതാവാനാണ് സാധ്യത. ഇത് തബ്ലീഗിന്റെ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും, നമ്മളിപ്പോ ചെറുശ്ശേരി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടല്ലോ, അതേ സ്ഥാനത്ത് തബ്ലീഗ് ജമാഅത്തുകാർ കൊടുക്കുന്ന ആളാണ് അബുൽ ഖൈർ മൗലവി. ആ അബുൽ ഖൈർ മൗലവിയാണ് ഈ പറഞ്ഞത്. നിങ്ങൾ നോക്കണം, ഷാഫി മദ്ഹബിന്റെ ഫിഖഹിന്റെ കിതാബുകൾ ആയിരക്കണക്കിന് കൊല്ലങ്ങളായി രചിക്കപ്പെട്ട കിതാബുകളിൽ മറിച്ചാൽ, ജുമുഅന്റെ ബാബ് മറിച്ചാൽ കാണാം, ഖതീബ് മിമ്പർമ കയറിയാൽ വടി, വാള്, അമ്പ്, എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കണം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ മറ്റേ മൈക്കന്റെ ആ തണ്ടുണ്ടല്ലോ, അതെങ്കിലും പിടിച്ചിട്ട് ഇരട്ട കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കണം ഖുതുബ ഓതേണ്ടതെന്ന് ആ കിതാബിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹശബിയാക്കൾ ഉണ്ടാക്കിയ ആചാരാണെങ്കിൽ കിതാബിലെ പറയും. അബുൽ ഖൈർ മൗലവി എന്ന് പറഞ്ഞ ഈ മനുഷ്യനാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ നോക്കണം. അപ്പൊ ഈ ഒരു നിഗമനങ്ങൾ വെച്ചുകൊണ്ട് കേരളം ഷിയാക്കളുടെ കരങ്ങളിൽ അമർന്നുപോയ നാടാണ് എന്ന രൂക്ഷമായ വിമർശനം. ഇപ്പൊ ഈ അടുത്ത് തെക്കൻ ജില്ലയിലേക്ക് തിരുവിതാംകൂറിൽ പരിപാടി നടക്കുന്നുണ്ട്. അതിന്റെ പരസ്യം നടത്തി വന്നില്ല. അതിൽ പറയുന്നുണ്ട്, തെക്കൻ ജില്ലയിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അതിൽ തെക്കൻ ജില്ലയിൽ ഒരു പരിപാടി നടന്നു. കഴിഞ്ഞ ലക്കം തബ്ലീഗ് ജമാഅത്തിന്റെ ബലാഗ് മാസികയിൽ ഒരു പരസ്യമുണ്ട്. അതിലുണ്ട് കേരളം ഷിയാവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെ. അതിൽ ക്ലാസ് എടുക്കുന്നത് അബുൽ ഖൈർ മൗലവിയാണ്. അപ്പൊ കേരളം നൂറ്റാണ്ടുകളായിട്ട് ഷിയായിസത്തിന്റെ നാടാണ് എന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് നമ്മുടെ ആചാരങ്ങള് വളരെ മോശമായി എത്രയോ സ്ഥലത്ത് കണ്ടോ. ഇതിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ടോ? ഇതിന്റെ 143 പേജിൽ പറയുന്നു. എന്താ പറയുന്നത്? ഇതിന്റെ 143 പേജിൽ പറയുകയാണ്, കണ്ടോ, ഇന്ത്യയിൽ പരിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിച്ചത് നിഷ്കളങ്കരും യഥാർത്ഥ തൗഹീദി വക്താക്കളായ സൂഫി വര്യന്മാരിലൂടെയായിരുന്നു. ക്രൈസ്തവരെയും മറ്റും വഴിപിഴപ്പിച്ച അതേ ശൈലി തന്നെ ഇവിടെയും സ്വീകരിച്ചതായി കാണാൻ സാധിക്കും. അഥവാ വ്യക്തിപൂജ. അള്ളാഹുവിന്റെ അടുത്തദാസന്മാർക്ക് അള്ളാഹുവിന്റെ സ്ഥാനം കൊടുക്കുകയും ആവശ്യങ്ങൾ അവരോട് ചോദിക്കുകയും കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമ്പ്രദായം. മനസ്സിലായോ? ഇപ്പൊ ഇസ്തിഗാസനൊക്കെ വഹാബിയാൾ എതിർക്കണമാതിരി എതിർത്തിക്കുകയാണ്. അങ്ങനെ ഓരോ സംഗതികൾ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഒരുപാട് വായിക്കാണ്. ഇനി ഇതിന് മൗലിദിനെ പറ്റി എന്താ പറഞ്ഞത്? നബിദിനാഘോഷത്തെ പറ്റി ഇതിന്റെ 244 പേജിൽ പറയുകയാണ്, നബിദിനാഘോഷം വളരെ തെറ്റാണെന്നാ പറയുന്നത്. ഇതിന്റെ 244 പേജിൽ കണ്ടോ, അനുവദനീയമല്ല എന്നതിന്റെ തെളിവായി ഇത്രമാത്രം മതി. അതായത് ഖൈറുൽ ഖുറൂനിൽ ആരും അത് ചെയ്തിട്ടില്ല. കണ്ടോ, ഖൈറുൽ ഖുറൂനിൽ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നബിദിനാഘോഷം തെറ്റാണ്, ഹറാമാണ് എന്ന് അതിൽ പറയുന്നത്. ഇത് വഹാബിയാള വാദമാണ്. ഈ വാദത്തിന് എത്രയോ തവണ സുന്നികളായ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മളല്ല മറുപടി പറഞ്ഞ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ ചോദ്യത്തിന് അവിടുത്തെ ഹുസ്നുൽ മഖ്സിദ് ഫീ അമലിൽ മൗലിദ് എന്ന പ്രമാദമായ ഗ്രന്ഥത്തിൽ വിശദമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഓരോന്നെടുത്ത് നോക്കിക്കാണെങ്കിൽ ഇനി ഞാൻ മറ്റൊന്ന് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ അലി റളിയല്ലാഹുവിനെ പറ്റി പുകഴ്ത്തി പറയുമ്പോ പ്രസംഗത്തിൽ പറയാറുണ്ട്, എന്ത്? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അലിയാർത്ഥങ്ങൾ അതിലേക്കുള്ള കവാടമാണ്. അതിനെക്കുറിച്ച് ഇതിലെന്താ പറയുന്നത് അറിയോ?
ഇതിന്റെ 111 പേജിൽ പറയുകയാണ്, മലയാളത്തിലാണ്, ഇത് ഉറുദൂലല്ല. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ്, അലി അതിന്റെ കവാടമാണ്. ഷിയാക്കൾ കെട്ടിച്ചമച്ച പലതും ഹദീസുകളായിട്ട് യാതൊരു തത്വദീക്ഷയും കൂടാതെ നമ്മുടെ മതവേദികളിൽ മുഴങ്ങിക്കേൾക്കുന്നു. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ്, അലി അതിന്റെ കവാടമാണ് തുടങ്ങിയ ഹദീസുകൾ. അതൊക്കെ ഷിയാക്കൾ പറഞ്ഞ ഹദീസുകൾ മൂല്യമാര് ഇങ്ങനെ വഴന്നു പറയാണെന്ന് അപ്പൊ അവര് പറയുന്നത്. ഈ കോലത്തിൽ ഒരുപാട് അല്ലേ. ഇനി ഇൽമുൽ ഗൈബിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ഇൽമുൽ ഗൈബ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് സഹീഹ് മുസ്ലിം എടുത്തുകാരുടെ ഹദീസ് പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറയുകയാണ്, ഹുവ മിൻ അഹ്ലിന്നാർ, അയാൾ നരകക്കാരനാണ്. സംഗതി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ജിഹാദിൽ രണാഗണത്തിൽ പടവെട്ടാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറയുകയാണ്, അയാൾ നരകത്തിലാണ്. അപ്പൊ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് അറിയും. അതുകൊണ്ടല്ലേ നബിയുടെ ഭാര്യമാര് വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ അയ്യുനാ അസ്റഉ ബിക ലുഹൂഖൻ യാ റസൂലല്ലാഹ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, നബിയുടെ ഭാര്യമാർ ആയിഷ ബീവിയും സൈനബ ബീവിയും സൗദാ ബീവിയും മറ്റു ബീവിമാരും വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയെ ഞങ്ങളിൽ അങ്ങ് വഫാത്തായതിനു ശേഷം ആദ്യമായിട്ട് മരിക്കുക ആരാണ് നബിയെ? നബി അതിനൊരു മറുപടി പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ദാനധർമ്മം ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ, സൈനബ ബീവിയാണ്, അവരായിരിക്കും ആദ്യമായി മരിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ അല്ലാഹുവിന്റെ റസൂൽ മുൻകൂട്ടി പറയുന്നു. നബിയുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ഇൽമുൽ ഗൈബിനെ സംബന്ധിച്ചുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഇവന്മാരെന്താ എഴുതിയിട്ടുള്ളത്? ഇതിന്റെ 158 പേജിൽ എന്താണ് എഴുതുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് മനസ്സിലാക്കണം, ശരിക്കും വായിക്കണം. ഇതൊന്നും വെറുതെ പറയല്ല. കണ്ടോ, മുഅ്ജിസത്ത്, കറാമത്ത് മുതലായവ സ്വന്തം ഇച്ഛപ്രകാരം കാണിക്കാനോ മറഞ്ഞ കാര്യങ്ങൾ ഇച്ഛാനുസരണം അറിയാനോ ഉള്ള കഴിവ് അല്ലാഹു ഒരു നബിയിലും വലിയിലും മുൻകൂട്ടി നിക്ഷേപിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ്, അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന സമസ്തക്കാർ അതുകൊണ്ട് തന്നെ ബിദ്അത്തുകാരായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാനൊരു സംഭവം പറയാം. ബുഖാരിയിൽ എത്ര ഹദീസുണ്ട്? ഒരു പെണ്ണ്, ഒരു ഉമ്മയായ ഒരു പെണ്ണ് തന്റെ മുല കൊടുക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ മുലങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നതാ ഒരു നല്ല ഒരു പ്രമാണിയായ മനുഷ്യൻ കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പരിവാരങ്ങൾ പിന്നാലെയുണ്ട്. ആഘോഷ തിമർപ്പോടുകൂടി നടന്നു പോകുന്ന ആ മനുഷ്യന്റെ പ്രതാപം കണ്ടുകൊണ്ട് ആ വലയത്തിൽ മനസ്സ് കുടുങ്ങിപ്പോയ ആ ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഇബ്നീ മിസ്ലഹു, അല്ലാഹുവേ എന്റെ മകനെ, എന്റെ ഈ മുല കുടിക്കുന്ന മകനെ അയാളെപ്പോലെ പ്രമാണിയാക്കണേ, ജനങ്ങളുടെ ബഹുമാനം കിട്ടുന്ന ആളാക്കണേ. ആ സമയത്ത് ആ മുല കുടിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 1 വയസ്സോ 2 വയസ്സോ അല്ലേ? ആ കുട്ടി തൊള്ളയിൽ നിന്ന് മുലയെടുത്തുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ലഹു, അല്ലാഹുവേ എന്നെ അയാളെ പോലെ ആക്കരുതേ. അപ്പോ വേറെ ഒരു പെണ്ണിനെ അതാ ആളുകൾ എറിഞ്ഞോടിക്കുന്നു. സനൈതി സറഖ്തി, പെണ്ണെ നീ മോഷ്ടിച്ചിരിക്കുന്നു, നീ തേവിടിശിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളതാ ഒരു പെണ്ണിനെ ആട്ടിയോടിക്കുന്നു. ആ സമയത്ത് ആ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽനി ബിനി മിസ്ലഹാ, അല്ലാഹുവേ എന്റെ മകനെ അവളെപ്പോലെ നീ ആക്കരുതേ. ആ കുട്ടി വായിൽ നിന്ന് മുലയെടുത്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, അല്ലാഹുവേ എന്നെ അവളെപ്പോലെ ആക്കണേ. ഉമ്മാക്ക് ആശ്ചര്യമായി. അമ്മ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താണ് കുഞ്ഞേ നീ അങ്ങനെ പറയാൻ കാരണം? ആ സമയത്ത് കുട്ടി പറയുകയാണ്, ആദ്യത്തെ പ്രമാണിയില്ലേ, അയാൾ മഹാദുഷ്ടനാണ്, പുറമേ പ്രമാണിയാണെങ്കിലും ആള് മഹാദുഷ്ടനാണ്, അയാൾ ദീനിന്റെ ശത്രുവാണ്, അതുകൊണ്ട് എന്നെ അങ്ങനെ ആക്കാൻ ദുആ ചെയ്യല്ല ഉമ്മാ. രണ്ടാമത് പോയ പെണ്ണുണ്ടല്ലോ, അത് സ്വാലിഹത്തായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന നല്ല ഒരു പെണ്ണാണ്. പക്ഷേ ആളുകൾ ആ പെണ്ണിനെ
ആ പെണ്ണിനെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്നെ ആ പെണ്ണിനെ പോലെ ആക്കണം ഉമ്മ. ഞാൻ അതിനു വേണ്ടിയാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ഈ ചെറിയ മല കുടിക്കുന്ന കുഞ്ഞിനെ ഉമ്മാക്കറിയാത്ത കാര്യം എങ്ങനെ അറിഞ്ഞു? അപ്പൊ ചില ആളുകൾക്ക് ചിലതൊക്കെ അറിയാം. അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന കഴിവാണ്, അല്ലാതെന്തല്ല, അവരുടെ സ്വന്തം കഴിവല്ല. അപ്പൊ ഇൽമുൽ ഗൈബ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞതെന്താണ്? മഹാനായ ഇമാം നവവി തങ്ങൾ ശർഹ് മുസ്ലിമിൽ പറഞ്ഞതെന്താണ്? അന്ന ഖറാമാത്തിൽ ഔലിയാഇ ഖദ് തഖഉ ബിഖ്തിയാരിഹിം വതലബിഹിം വഹാദാ ഹുവസ് സ്വഹീഹു ഇൻദ അസ്ഹാബിനൽ മുതകല്ലിമീൻ. കറാമത്തുകൾ, അമാനുഷിക സംഭവങ്ങൾ ഔലിയാക്കളുടെ താൽപര്യപ്രകാരം ഉണ്ടാകും. ഇതുതന്നെയാണ് അഹ്ലുസുന്നയുടെ വീക്ഷണം എന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ അവിടുത്തെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുമ്പോൾ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറയുന്നു, വഫീഹി ഇസ്ബാതു ഖറാമാത്തിൽ ഔലിയാഇ വവുഖൂഉൽ ഖറാമത്തി ലഹും ബിഖ്തിയാരിഹിം വതലബിഹിം. മഹാന്മാരുടെ അഭീഷ്ടമനുസരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഖറാമത്തുണ്ടാകും എന്ന് ഈ ഹദീസ് പ്രഖ്യാപിക്കുന്നു എന്ന് മഹാനായ ഹാഫിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളും രേഖപ്പെടുത്തുമ്പോൾ ഇതന്നല്ലേ സമസ്തയും പറഞ്ഞിട്ടുള്ളൂ? സമസ്ത ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ? ഇൻഷാ അല്ലാഹ് തബ്ലീഗ് ജമാഅത്തിന്റെ എല്ലാ നൂലാമാലകളും കെട്ടയിച്ചുകൊണ്ടുള്ള രചന അടുത്ത് തന്നെ പ്രകാശനം ചെയ്യാൻ പോകുന്നുണ്ട്. അതാണ് വായിച്ച പ്രശ്നങ്ങളൊക്കെ തീരും. എല്ലാ കാര്യം ഞാൻ പ്രസംഗമായതുകൊണ്ട് ചുരുക്കാണ്. ഒരുപാട് പറയാനുള്ളതിൽ നിന്ന് സെലക്റ്റഡായ ചില കാര്യങ്ങൾ മാത്രം പറയുന്നു എന്ന് മാത്രം. എന്നിട്ട് ഇതൊക്കെ സമസ്തക്കാര് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഈ വിശ്വാസങ്ങൾ കാരണമായി ഈ വിശ്വാസമുള്ള സമസ്തകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്ത് നിൽക്കുന്നത്. മനസ്സിലായി? അപ്പൊ തബ്ലീഗ് ജമാഅത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം സമസ്തകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സമസ്തയിലെ ജമിയത്തുൽ ഉലമയും പിന്നെ AP വിഭാഗത്തിന്റെ സമസ്ത അതായിരിക്കും അവർ സമസ്തകൾ എന്നുള്ളത് ഉദ്ദേശിച്ചത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്താണ്. ഇത് തബ്ലീഗ് ജമാഅത്ത് പറയാം അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഇത് എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ദർസ് നടത്തുമ്പോൾ അവിടെ ഇഷ്ടംപോലെ തബ്ലീഗിന്റെ ആൾക്കാര് ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വരാറുണ്ട്. അവരോട് നിസ്കരിച്ചു കാണു പോകും. അവർക്കൊരു ഒരു ഓഫീസോ എന്തുകൊണ്ട് അതിൽ കൂടാറുണ്ട്. നമ്മൾ അവരുടെ ശ്രദ്ധിക്കാറില്ല. എനിക്ക് ആ വിഷയം അറിയില്ല. തബ്ലീഗ് ജമാഅത്ത് എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഏകദേശം ഒരു വർഷം ആയി. അപ്പൊ ഒരിക്കല് ഇവര് എന്റെ റൂമിൽ സുബഹിക്ക് ശേഷം നിസ്കാരം കഴിഞ്ഞ ശേഷം റൂമിൽ വന്നു. എനിക്കിപ്പോഴും അറിയാം, അയാളിപ്പോഴും എനിക്ക് വിളിക്കാറുണ്ട്. നമ്മളെങ്ങനെയെങ്കിലും ആ വരുതിയിലാക്കാൻ എന്താ അറിയില്ല. അങ്ങനെ അയാൾ വന്നിട്ട്, അയാളും കുറച്ച് പരിവാരങ്ങളും വന്നിട്ട്, നിങ്ങൾ ഞങ്ങളെ കൂടെ ജമാഅത്തിന് പോരുമെന്ന് ചോദിച്ചു. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിന് ജമാഅത്തല്ല, ഈ മറ്റേ എന്താ പറയാ പ്രയാണത്തിന് ജമാഅത്ത്. അവർ വരും. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മളെ ലക്ഷ്യം? ലക്ഷ്യം തബ്ലീഗാണ്, ദഅവത്താണ്. അപ്പൊ ദഅവത്തിന് ഖൽബിന്റെ ദഅവത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഖൽബിന്റെ ദഅവത്താണ്. ഒരാളിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണ്. ഞാനും നബിയും തമ്മിൽ ഒരു റിസാലത്തിന്റെ നുബുവത്തിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനപ്പുറമുള്ള വ്യത്യാസങ്ങളൊന്നും ഞാനും നബിയും തമ്മിലില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുന്നത്തൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു. അങ്ങനെ നബിയെ സംബന്ധിച്ചുള്ള വിശ്വാസം അത് അത്രയ്ക്കുള്ളൂ എന്നും വിചാരിച്ചാണ് ഞാനൊന്ന് മരിച്ചുപോയ എന്റെ അവസ്ഥ എന്താ? ഞാൻ സ്വർഗത്ത് പോവോ? ഇല്ലല്ലോ. അപ്പൊ ആദ്യം ഖൽബിലുള്ള വിശ്വാസം ശരിയാക്കണം. ഖൽബിലുള്ള വിശ്വാസം ശരിപ്പെടുത്തിക്കൊണ്ടുള്ള നിസ്കാരം, അങ്ങനെയുള്ള നോമ്പ്, അങ്ങനെയുള്ള ഹജ്ജ്, അങ്ങനെയുള്ള സക്കാത്ത്, അതാണല്ലോ ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ സുന്നിയാള് മാത്രമാണോ ചോദിച്ചു. അല്ല, മുജാഹിദും ജമാഅത്തും എല്ലാ വിഭാഗവും ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾക്ക് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ ഇന്ന വിശ്വാസത്തിൽ പിഴവുണ്ട് കേട്ടോ. അപ്പൊ നിസ്കരിച്ചുമ്പോ നിസ്കരിക്കുന്ന സമയത്ത് നമ്മള് എന്ത് ചെയ്യണം? നിങ്ങളെ അഖീദകള് വളരെ ശ്രദ്ധിക്കണം. അഖീദ കേടുവരാൻ പാടില്ല. ഇതും കൂടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അവസരം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? തിരുവനന്തപുരത്തുകാരനായ അമീർ എന്നോട് പറഞ്ഞ മറുപടി, അത് പറ്റില്ല, അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ തബ്ലീഗും ഉണ്ടാവും, മുജാഹിദും ഉണ്ടാവും, ഖാദിയാനിയും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ആ കാര്യം പറയാൻ പാടില്ല. അങ്ങനെ ഇസ്ലാമുണ്ടോ?
ഖൽബിനെ ശുദ്ധീകരിക്കാൻ പറ്റാത്ത, അഖീദയിലുള്ള പാളിച്ച പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു ഇസ്ലാം ഉണ്ടോ? എന്ത് ഇസ്ലാമാണത്? അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഉടനെ അവരെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പഠിച്ചു എന്ന് മാത്രമല്ല, നിരവധി വേദികളിൽ അവരുമായിട്ട് ഇതുപോലുള്ള വേദികളിലും പരസ്യമായ വേദികളിലും മഞ്ചേരിയിൽ 2012 ഡിസംബർ 29 നടന്ന മുഖാമുഖം, ആ മുഖാമുഖത്തിൽ ഞാനും എന്റെ സഹോദരൻ അബ്ദുൽ ഗഫൂർ അൻവരിയും ഞങ്ങൾ രണ്ടുപേരും മുജാഹിദ് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് അവിടെ ഒരു കാമ പറഞ്ഞിരുന്നില്ല. പക്ഷേ അവിടെ 9 മണി മുതൽ 12 മണി വരെ ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നത് മഞ്ചേരിയിലുള്ള മുജാഹിദല്ല, മഞ്ചേരിയിലുള്ള ജമാഅത്തല്ല, മഞ്ചേരിയിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ താടിവെച്ച പ്രവർത്തകന്മാർ വന്നുകൊണ്ട് വഹാബികൾ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ്. കണ്ണൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലും ഇതേ അനുഭവം ഞങ്ങൾക്കുണ്ടാവുകയാണ്. അനേകം സ്ഥലങ്ങളിൽ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വന്നിട്ട് തനി വഹാബികളുടെ അതേ ആശയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെയാണ് എന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു തബ്ലീഗായി കഴിഞ്ഞാൽ വഹാബിയാകുന്നത്? തബ്ലീഗ് ജമാഅത്ത് ഉത്തരേന്ത്യയിലുള്ള വഹാബിസത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. മുജാഹിദുകളോ ഈജിപ്തിൽ നിന്ന് 1921 കേരളത്തിലേക്ക് വന്ന വഹാബിസത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇങ്ങനെ രണ്ട് വഹാബിസത്തിന്റെ ധാരകളെ പ്രതിനിധീകരിക്കുന്ന രണ്ട് സംഘങ്ങളാണ്. ഒന്ന് തബ്ലീഗ് ജമാഅത്ത്, രണ്ട് മുജാഹിദ് വിഭാഗം. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്റെ ചെറുപ്പക്കാരോടും എന്റെ ഉമ്മമാരോടും പറയാനുള്ളത്, നിസ്കരിക്കാൻ വേണ്ടിയോ മറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടോ നിങ്ങളെ സമീപിക്കാൻ വേണ്ടി ഇതുപോലെ ഊരു ചുറ്റുന്ന വല്ല സംഘങ്ങളും വന്നു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ആശയ ഗുരുക്കളായ ഇസ്മായിൽ ദഹ്ലവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും അഷ്റഫ് അലി താനവിയും ഒക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരങ്ങളെ, വിശ്വാസങ്ങളെ പച്ചയായി കൊണ്ട് എതിർത്തിട്ടില്ലേ? അതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കണം. നബിദിനാഘോഷത്തെ ക്രൈസ്തവതയുടെ ഭാഗമായി നിങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടില്ലേ? അതിനെക്കുറിച്ച് അവരോട് ചോദിക്കണം. അതുപോലെ തന്നെ മുഹീദ്ദീൻ മാലിയെയും കുതുബിയത്തിനെയും ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളായി നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ലേ? അതിനെക്കുറിച്ച് അവരോട് ചോദിക്കണം. മഹാന്മാരുടെ മക്ബറകളിലേക്ക് സിയാറത്തിന് പോകുന്നത് ശവകുടീരങ്ങളെ സന്ദർശിക്കുന്ന ഷിയാക്കളുടെ ഏർപ്പാടാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിനെക്കുറിച്ച് അവരോട് ചോദിക്കണം. അതുപോലെ ഇവിടെ വാള് പിടിച്ചുകൊണ്ട് ഖുത്ബ നിർവഹിക്കുന്നത് ഷിയാക്കളിൽപ്പെട്ട ഹശബിയാക്കൾ എന്ന വിഭാഗം ഉണ്ടാക്കിയ ഏർപ്പാടാണെന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? അതിനെക്കുറിച്ച് അവരോട് ചോദിക്കണം. അനമദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ എന്ന ഹദീസ് ഷിയായിസത്തിന്റെ ഹദീസാണെന്നും അതാണ് സുന്നി ഉലമാക്കൾ അവരുടെ വഅദുകളിൽ പറയുന്നതെന്നും നിങ്ങൾ എഴുതിയിട്ടില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കണം. ഇസ്തിഗാസയും തവസ്സുലുമെല്ലാം വ്യക്തിപൂജയാണെന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? അതിനെക്കുറിച്ച് അവരോട് ചോദിക്കണം. ഖുതുബിയത്ത് നിർവഹിക്കുന്നവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതിനെക്കുറിച്ച് അവരോട് ചോദിക്കണം. ഫാത്തിഹാ സൂറയുടെ വ്യാഖ്യാനത്തിൽ അഭൗതികമായ സഹായത്തേട്ടം തനി കുഫ്റാണ്, ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അത് വഹാബിസത്തിന്റെ വാദമല്ലേ എന്നവരോടൊന്ന് നിങ്ങൾ ചോദിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അനേകം ആശയ ആചാരങ്ങളെ പച്ചയായ ഉറുദുവിലും മലയാളത്തിലും നിങ്ങൾ എതിർത്തിട്ടില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് അവർക്ക് മറുപടി ഇല്ല എങ്കിൽ അവരോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ ഖൽബിലുള്ള ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ വഴിയിലേക്ക് വരാതെ നിങ്ങൾ ഇങ്ങനെ ഊരു ചുറ്റിയാൽ, നിസ്കരിക്കാൻ വിളിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് തിരിച്ച് അങ്ങോട്ട് തബ്ലീഗ് ചെയ്യണം. മനസ്സിലായി? തബ്ലീഗിന്റെ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോ തിരിച്ച് അങ്ങോട്ട് തബ്ലീഗ് ചെയ്യണം. ഇത് സദുദ്ദേശത്തിന്റെ ഭാഗമായി പറയുന്നതാണ്. ഇത് സദുപദേശത്തിന്റെ ഭാഗമായി പറയുന്നതാണ്. അതല്ലാതെ ഒരു വിഭാഗത്തെ കൊച്ചാക്കാനോ ചെറുതാക്കാനോ അല്ല ഇത് പറയുന്നത്. നിങ്ങൾ ചെറുപ്പക്കാരെ, നിങ്ങൾ അവിടെയും ഇവിടെ പോയി കാണൊന്നും ചെയ്യണ്ട, പെടാൻ നിൽക്കണ്ട. ആർക്ക് വേണമെങ്കിലും ഈ വിഷയത്തിൽ ചോദിക്കാം. അതിനുള്ള അവസരം നൽകുകയാണ്. അസ്സലാമു അലൈക്കും.
ആർക്കെങ്കിലും ഇത്തരം വിഷയവുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉസ്താദ് അവர்களോട് ചോദിക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലേക്ക് വരണം, അവർക്ക് മൈക്ക് കൈമാറുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സംശയങ്ങള് നമുക്ക് പല സംശയങ്ങളും വരും. നമുക്കൊരു സംശയം ഇട്ട് തന്നാല് ആ സംശയം ദൂരീകരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ ഒരു മാളത്തിൽ വെച്ചുകൊണ്ട് 2 തവണ പാമ്പ് കടിക്കാൻ പാടില്ല. അപ്പൊ ഒരു വട്ടം പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പാമ്പ് കടിക്കാൻ പാടില്ല. അപ്പൊ അതിന് ആരെങ്കിലും വല്ല സംശയത്തിലോ വല്ല എതിർപ്പിലോ അല്ലെങ്കിൽ വല്ല വിമർശനത്തിലോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ഇടപഴകലിൽ വരുന്ന സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ വാട്സപ്പിലോ, വാട്സപ്പാണ് നമ്മളെയൊക്കെ ബന്ധപ്പെടുന്നത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിലോ ഇങ്ങനെ ഓൺലൈനിലോ ഏതെങ്കിലും ഒരു സംരംഭത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ പല ആളുകളും കൈമാറിയിട്ടുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് മുൻഗണനയുള്ളത്. അല്ലാത്ത ചോദ്യങ്ങളും ആവാം എന്ന് ആ സുഹൃത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നല്ല ചോദ്യം. ഫർദ് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഫർദ് നമസ്കാരം അപ്പൊ ഒന്ന് എന്നിരിക്കും, മൈക്കും കഴിക്കും. ചില കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഫർദ് നമസ്കാരത്തിന് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഫർദ് നമസ്കാരത്തിന് ശേഷം ദ്വാർക്കാരല്ലേ? ഫർദ് നമസ്കാരത്തിന് ശേഷം ദ്വാർക്കുമ്പോ കിബിലക്ക് മുന്നിടാം. ഫർദ് നമസ്കാരത്തിന് ശേഷം ദ്വാർക്കുമ്പോ കിബിലക്ക് മുന്നിട്ട് ദ്വാർക്കുമ്പോ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്താം അല്ലെ? തിരിച്ചൊരു ചോദ്യം, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. അപ്പോ ഫർദ് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് എങ്ങനെ ദുആർക്കണം? കൂട്ടു ദുആ എന്ന് പറഞ്ഞാൽ ഒരാൾ ദുആർക്കുന്നു, മൗമൂമിങ്ങൾ ആമീൻ പറയുന്നു. അതാണ് കൂട്ട ദുആ എന്നല്ല, കൂട്ടു പ്രാർത്ഥന. ഒരാളുടെ ദുആയിൽ മറ്റുള്ളവര് ആമീൻ പറഞ്ഞു കൂടുക, അതാണ് കൂട്ടു ദുആ. ഇത് പറ്റുമോ എന്നാണ്. അത് റസൂൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സംഘം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, അതിൽ ഒരാൾ ദ്വാർന്ന് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞിട്ടാണെങ്കിൽ അജാബഹുമുല്ലാഹ്. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസ, ഇബ്നു ഹിബ്ബാനൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ. അള്ളാഹു അവർക്ക് ഉത്തരം ചെയ്യും എന്ന് ഹദീസിൽ കാണാം. പറയുന്നത് കേൾക്കുന്നില്ലേ? അപ്പോ ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, അതിൽ ഒരാൾ ദ്വാർന്ന് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞാൽ ഉത്തരം ചെയ്യും. അതായിരുന്നു തെളിവ്. ഇനി നിസ്കാരത്തിന് ശേഷം റസൂൽ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം ഒരു വിഷയം പൊതുവായി അല്ലാഹു റസൂൽ പഠിപ്പിച്ചാൽ ആ പൊതുസ്ഥലത്ത് ഏതെല്ലാം സ്ഥലമുണ്ടോ അതിലെല്ലാം അത് പെട്ടു. ഇനി മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല. നബിയുടെ പ്രവൃത്തി മാത്രമല്ല ദീനിന്റെ തെളിവ്. നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നബി ചെയ്യാത്ത കാര്യങ്ങളും ദീനിൽ ചെയ്യേണ്ടി വരും. നബി പഠിപ്പിച്ച കാര്യം നബി ചെയ്തിട്ടുണ്ടാവില്ല, നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതും ദീനിൽ തെളിവാണ്. നബി ചെയ്തതേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരാൾ വാശി പിടിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കുകയാണ് ചെയ്യുന്നത്. അവൻ മഹാകള്ളനാണ്, പെരും കള്ളനാണോ? അവനെ സൂക്ഷിക്കണം. അതിനാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ദുആർക്കുമ്പോ കൈ പൊന്തിക്കണോ? പൊന്തിക്കണം, എല്ലാവർക്കും അറിയാം. കാരണം എന്താ? ദുആർക്കുമ്പോ കൈ പൊന്തിക്കണം എന്നുള്ളത് ഇസ്ലാമിൽ അറിയപ്പെട്ട സംഗതിയാണ്. നിസ്കാരത്തിന് ശേഷം റസൂൽ കൈ പൊന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയേണ്ടി വരും. ഓഫാക്കി വന്നു. നിസ്കാരത്തിന് ശേഷം റസൂലുള്ള ദുആ ചെയ്ത് കൈ പൊന്തിച്ചോ എന്ന് ചോദിച്ചാൽ
നീ റസൂലിനെ കൈവന്നിച്ചിട്ടില്ലായിരുന്നു, ഞാനും കൈവന്നിച്ചില്ലായിരുന്നു, നിനക്കുണ്ട്. നിസ്കാരത്തിന് ശേഷം ദ്വാരക്കുമ്പോ കിബിലക്ക് മുന്നിടണോ? അവ മുന്നിടണമെന്ന് നമ്മൾ പറയും. അപ്പൊ തിരിച്ച് രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ മുന്നിട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. എന്നാ നീ നിസ്കാരത്തിന് ശേഷം ദ്വാരക്കുമ്പോ ഇങ്ങോട്ട് ഇരിക്കണമെന്ന, അപ്പൊ മൗമൂമികളൊക്കെ അങ്ങോട്ട് ഇരിക്കണമെന്ന. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോ ചെയ്തില്ലേ? ഈ ചോദ്യത്തിമ്മ തട്ടി ഒടയേണ്ടതല്ല നമ്മളെ ദീന്. അള്ളാഹിന്റെ റസൂല് കൊണ്ടുവന്നത് നബിയുടെ പ്രവൃത്തി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ അത് അള്ളാഹിന്റെ റസൂലിന്റെ ദീന. നബിയുടെ പ്രസ്താവനകൾ അത് അള്ളാഹിന്റെ റസൂലിന്റെ ദീന. നബിയുടെ പ്രവർത്തനങ്ങൾ അത് അള്ളാഹിന്റെ റസൂലിന്റെ ദീന. നബിയുടെ നബിയുടെ അംഗീകാരങ്ങൾ അത് അള്ളാഹിന്റെ റസൂലിന്റെ ദീന. നബിക്കു ശേഷം വന്ന ഇമാമിങ്ങളുടെ ഏകോപിച്ച അഭിപ്രായങ്ങൾ അത് അള്ളാഹിന്റെ റസൂലിന്റെ ദീന. ഈ മൂന്നിനോടും തുലനം ചെയ്തുകൊണ്ട് ഇമാമിയങ്ങൾ എഴുതിവെച്ച കാര്യങ്ങൾ അതിന് ഖിയാസ് എന്ന് പറയും, അതും അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന. ഇതിലെവിടെങ്കിലും ഒരു തെളിവുണ്ടോ നോക്കിയാൽ മതി. എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ചെയ്തത് തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വലിയ അപകടമാണ്. നമ്മുടെ മുജാഹിദ് ജമാഅത്തൊക്കെ കുടുങ്ങും. തിരിച്ച് അങ്ങോട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. ഇപ്പോ ജുമഅന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കല്ലേ, പള്ളി നിസ്കരിക്കല്ലേ, അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടിൽ സംശയങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ടോ? പറയേ. അങ്ങനെ ഓരോന്ന് ചോദിക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. നീ ഈ നമ്പോലം കുന്നത്ത് വന്നിട്ട് ഞാൻ പറയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല. ജുമഅന്റെ മുമ്പിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല, അത് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാവരും നരകത്തിലാണ്. എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തോ എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു മസലക്ക് ചോദ്യം ചെയ്യുന്ന ഏർപ്പാട് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യത്തിന് 10 ചോദ്യം അങ്ങോട്ട് വരും. അതിനൊക്കെ നമുക്ക് അറിയിരിക്കേണ്ടി വരും. ഇത് നിങ്ങളോടല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ചതെങ്കിൽ അവരോടാണ് പറയുന്നത്. വിമർശനം 2 വിധത്തിലുണ്ട്. ഒന്ന് പ്രോത്സാഹന വിമർശനം, നശീകരണ വിമർശനം. ഞാനൊരു പ്രോത്സാഹന വിമർശനം എന്ന് സ്വയം നമ്മുടെ സംഘടനയോട് എന്ന രീതിയിൽ തന്നെയാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സമസ്തകള് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് കാണിച്ച പുസ്തകത്തിൽ പറയുകയുണ്ടായി. സത്യത്തിൽ അതിന്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് ആ മറ്റേ സമസ്തക്കാരത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. മാത്രമല്ല അവര് ശരിക്ക് ഇവിടുത്തെ ഈ സുന്നി വികാരം ചൂഷണം ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് നീങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ തക്ബീർ ചൊല്ലുമ്പോൾ അത് ഉച്ചത്തിൽ ആവണം എന്ന് സുന്നത്തുണ്ട്. കഴിഞ്ഞ ദിവസം ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദ് അവർകൾ നമസ്കാരത്തിന് മുമ്പായിട്ട് വിശദീകരിച്ചിരുന്നു. അതേസമയം മയ്യത്ത് നമസ്കാരത്തിന്റെ തക്ബീർ വളരെ ശാന്തമായി ഉച്ചത്തിലാവാതെ വളരെ ചെറിയ രീതിയിലേ പാടുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് നമ്മൾ നേരത്തെ അറിയുന്നതാണ്. കഴിഞ്ഞ പെരുന്നാളിന് അത് പ്രത്യേകം പറയുകയും ചെയ്തു. എന്റെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ഇന്ന് ഞാൻ നേരത്തെ പല പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന പള്ളികളിലും മറ്റും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പായിട്ട് മയ്യത്ത് നമസ്കാരത്തിനും മറ്റും പള്ളികളിൽ സംബന്ധിക്കാറുണ്ട്. ഞാൻ തന്നെ കൊണ്ടോട്ടി തക്കിയവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്താണ് നേരത്തെ താമസിച്ചിരുന്നെങ്കിലും നമ്മുടെ ഈ മഹല്ലും അതുമായി ബന്ധപ്പെട്ടതാണ്. വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ ആമൂർ മൈമൂരി, പല പല പണ്ഡിതന്മാരായിട്ടും നമുക്ക് ബന്ധപ്പെടാൻ മൈമൂലായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈത്തല അഹമ്മദ് മുസ്ലിയായിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മകൻ വൈത്തല മൈമൂലിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അക്കാലത്തൊന്നും ഈ മയ്യത്ത് പള്ളിയിൽ വന്നിട്ട് ഉച്ചത്തിൽ ഇങ്ങനെ തെഹ്ലീൽ ചെല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് പെരുന്നാൾ നമസ്കാരത്തിന്റേത് ഉച്ചത്തിൽ തക്ബീർ ചെല്ലണമെന്ന് സുന്നത്തുണ്ടെന്നും മയ്യത്ത് നമസ്കാരത്തിന്റെ തക്ബീർ വളരെ ശാന്തമായേ ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് മയ്യത്തിന് വെച്ചിട്ട് ഉച്ചത്തിൽ ആ മൈക്കിലൂടെ തക്ബീർ ചെല്ലുന്ന ഒരു തഹ്ലീൽ ചെല്ലുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അടുത്ത് രൂപമായി വന്ന
പിന്നെ സാമ്പത്തികത്തിന്റെ പേരിലും അതുപോലെ തന്നെ സമൂഹത്തിലെ ഈ സുന്നി വികാരം ചൂഷണം ചെയ്തുകൊണ്ടുവന്ന ഒരു സമസ്തക്കാര് അടുത്ത കാലത്ത് ഉണ്ടാക്കിയ ഒരു സംഗതിയാണത്. അത് നമ്മളും അത് ആവർത്തിച്ചിട്ട് കൊണ്ടുപോകുന്ന അതിനേക്കാൾ ശക്തമായി നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യം, ഒന്ന് ആ ഒരു രീതി ശരിയാണോ, രണ്ടാമതായിട്ട് അവരുടെ ഈ പ്രവർത്തനങ്ങളെ നമ്മൾ വിമർശിച്ചുകൊണ്ട് നമ്മളത് ഇല്ലാതാക്കുന്നതിന് പകരം അതിനെ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് നമ്മളും അത് ആവർത്തിച്ച് അത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നുള്ള ഒരു വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഉസ്താദിന്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ചോദ്യമാണ്. അതായത് കർമ്മപരമായ, നമ്മളിപ്പോ മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് സുന്നി എന്നൊക്കെ പറഞ്ഞത് വാദങ്ങളിലുള്ള പുതിയതും പഴയതുമായ വിഷയങ്ങളാണ്. അഥവാ പുത്തൻ വാദം, പഴയ വാദം. വാദം എന്ന് പറയുന്നത് അഖീദയുമായി ബന്ധപ്പെട്ട ഖൽബിയായ ഹൃദയ സംബന്ധമായ വിഷയങ്ങളാണ്. അതിലാണ് ഒരാള് മുബ്തദി ആകുന്നതും ഒരാൾ സുന്നി ആകുന്നതൊക്കെ അത് വെച്ചിട്ടാണ്. ഒരാൾ സുന്നി ആകൽ എപ്പോഴാണ്, ഒരാൾ മുബ്തദി ആകൽ. ഒരാൾ ഇപ്പൊ നിസ്കാരം ഒഴിവാക്കിയതുകൊണ്ട് മുബ്തദി ആവില്ല. റസൂലുള്ളാഹിനെ വിശ്വസിച്ചാൽ മുബ്തദിയാവും. അയാൾ ചിലപ്പോൾ 5 വക്ത് നിസ്കാരക്കാരനേക്കാണ്. അപ്പൊ അഖീദയുമായി ബന്ധപ്പെട്ടതാണ് സുന്നി മുബ്തദി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതാണ്. പക്ഷെ നിങ്ങളുടെ ചോദ്യം കർമ്മപരമായ ആചാരപരമായ ഒരു പുതിയ സമ്പ്രദായത്തെ കുറിച്ചാണ്. ആ സമ്പ്രദായം ഇപ്പൊ നിങ്ങൾ എന്നെക്കാട്ടിലും എത്രയോ പ്രായമുള്ള ഒരു 10 വയസ്സേക്കാളും കൂടുതൽ പ്രായമുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പൊ എന്നെക്കാളും അനുഭവം നിങ്ങൾക്കായിരിക്കും ഉണ്ടാകുക. ഒരുപക്ഷെ കിതാബ് കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും അനുഭവം എന്ന് പറയുന്ന ആ ഒരു ഇൽമ് അത് എന്നേക്കാൾ നിങ്ങൾക്കാണ് ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ പറയുന്നു ഇത്രയും വലിയ വലിയ വൈത്തര, ആമയൂര് പോലുള്ള ആലിമീങ്ങളുടെ സഹവാസത്തിൽ ഇല്ലാത്ത ഒരു ആചാരം, അഥവാ മയ്യത്തിനെ പള്ളിയിൽ കൊണ്ടുവന്ന് അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ ഒന്നുണ്ടാക്കി വരുന്ന ആ കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് തഹ്ലീൽ കൊണ്ട് ജോലിയാവുക എന്ന ഒരു ഏർപ്പാട് അക്കാലത്തുണ്ടായിരുന്നില്ല. അത് പിൽക്കാലത്തുണ്ടാക്കിയതാണ്. അതുണ്ടാക്കിയത് സാമ്പത്തിക മനോഭാവം വെച്ചു പുലർത്തുന്ന ഒരു കൂട്ടരാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ഒരു ആരോപണ വിഷയത്തിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. ഓരോരുത്തരും മനസ്സിൽ എന്താണ് ഉദ്ദേശിച്ചത്, ഒരാൾക്ക് ഒരു അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അല്ല അല്ല അതായിക്കോട്ടെ, അവിടെ അല്ല നമുക്ക് അതിന്റെ മസാല പറയാം. അതായത് സമസ്തയിലുള്ള സാമ്പത്തിക സമസ്ത, അതിനെ ഞങ്ങളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സമ്പത്ത് ജമാഅത്തിന്റെ സമസ്തനെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളത്. അത് ഞാനതിനെ എതിർക്കല്ല. ഞാനും ജുർഷീദ് ഉസ്താദിന്റെയും കോയക്കുട്ടി ഉസ്താദിന്റെയും സമസ്തയുടെ ചെറിയ പ്രവർത്തകനാണല്ലോ. അപ്പോ ഈ തഹ്ലീൽ എന്ന് പറയുന്ന ആ വിഷയം, അതിന്റെ മതവിധി എന്താണ് എന്നതാണ്. അതിന്റെ മതവിധി മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിൽ പറഞ്ഞതാണ് അതിന്റെ മതവിധി. അതായത് തറാവീഹുകൾക്കിടയിലുള്ള സലാത്ത്, ആ സലാത്തിന്റെ മതവിധി എന്താണ് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, തറാവീന്റെ ഉള്ള സലാത്ത് നബിന്റെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല. സഹാബത്തിന്റെ കാലത്ത് മദീനക്കാരെന്ത് ചെയ്തു വെച്ചാൽ 4 റക്അത്ത് ഇമാമിന്റെ കൂടെ ജമാഅത്തായിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ 4 റക്അത്ത് ഒറ്റക്ക് നിസ്കരിക്കും. അപ്പൊ ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അതൊരു വിശ്രമാണ്. മക്കക്കാർ അതിന്റെ സ്ഥാനത്ത് നബിന്റെ കാലത്തില്ല. പിൽക്കാലത്ത് സഹാബിമാരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് സഹാബിമാര് താബീങ്ങളും, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കും. പിന്നെ സഹാബിമാർ കഅബാലയം തവാഫ് ചെയ്യും. സഹാബിമാർ 4 റക്അത്തിന്റെ ഇടയിൽ കഅബാലയം തവാഫ് ചെയ്യുകയായിരുന്നു. മദീനക്കാർ ഒറ്റക്ക് പോയിട്ട് 4 റക്അത്ത് നിസ്കരിക്കും. ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മക്കക്കാരുടെ തവാഫും മദീനക്കാരുടെ ഈ 4 റക്അത്തും അല്ല നമ്മളെ നാട്ടിലുള്ളത്. നമ്മളെ നാട്ടിലുള്ളത് 4 റക്അത്ത് കൂടുമ്പോ കുറെ സലാത്ത് അല്ലല്ലോ, അല്ലേ? സലാത്തും ദിക്റുമാണ്. ഇങ്ങനെ സലാത്തും ദിക്റും നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ അത് പിൽക്കാലത്ത് തുടങ്ങിയതാണ്. അതിന് അടിസ്ഥാനമുണ്ടോ, അത് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി, അത് ആ സമയത്ത് പ്രത്യേകമായി വാരിതായതാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചൊല്ലാൻ പാടില്ല. അതേസമയം
സലാത്ത് ഏതാനും നിസ്കാരത്തിന് ശേഷം ഒരു അല്പം വിശ്രമിക്കല്ലേ, ആ വിശ്രമത്തിൽ സലാത്ത് ചൊല്ലുക എന്നുള്ളത് എപ്പോഴും സുന്നത്താണല്ലോ എന്ന പൊതു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചൊല്ലുന്നതെങ്കിലോ എതിർക്കുകയും വേണ്ട. അത് കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പൊ പ്രത്യേകം വന്നതാണ് എന്ന ഒരു രൂപത്തിലാണ് ചൊല്ലുന്നതെങ്കിൽ എതിർക്കണം. പൊതുവായ വിധത്തിലാണെങ്കിൽ എതിർക്കുകയും വേണ്ട. ഇതാണ് ഇത്തരം വിഷയത്തിലൊക്കെ ഉള്ള നിലപാട്. അപ്പോ മയ്യത്തിനെ കൊണ്ടുവന്ന ആ ഗ്യാപ്പിൽ തഹ്ലീൽ അവരുടെ പിന്നിലുള്ള ഉദ്ദേശം കാര്യങ്ങളും അത് അവരോട് ചോദിക്കേണ്ട വിഷയമാണ്. നമ്മൾ അതിന്റെ ആ വിഷയത്തിന്റെ മസാല മാത്രമാണ് പറയുന്നത്. അത് ചൊല്ലുന്ന ആളൊരു തഹ്ലീൽ, അങ്ങനെ ഒരു തഹ്ലീൽ ആചാരം പ്രത്യേകമായ നബിയിൽ നിന്നിങ്ങനെ വന്നതാണ് എന്ന് പറയുമ്പോൾ അതിന് അതിന്റേതായ പ്രത്യേക കൂലികളായിരിക്കും. കൊണ്ടാണെങ്കിൽ അത് ഏത് കൂട്ടരാണെങ്കിലും വളരെ എതിർക്കേണ്ടതാണ്. അല്ല, ഇതിനു വേണ്ടി തഹ്ലീൽ ചൊല്ലുക എന്നുള്ള നല്ല മനസ്സില്ല എന്ന അതിനെ എതിർക്കുകയും വേണ്ട. അതാണ് അതിന്റെ പൊതു നിലപാട്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പൊതു ഇന്നുള്ള ആലിമീങ്ങളുടെ നിലപാട് സമസ്തയുടെ പല വളരെ അടുത്ത് ഇന്ന് സമസ്തയുടെ നയരൂപീകരണത്തിൽ ഇടപെടുന്ന നിരവധി ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, ഇന്നത്തെ സമസ്തയുടെ ആലിമീങ്ങളുടെ അവരുടെ നിലപാട് ഇത്തരം എതിർക്കാനും പോകണ്ട, ഇല്ല നമ്മൾ തുടക്കാനും പോകണ്ട, ഉള്ള പോകണ്ട, ഇല്ല. ഞാൻ നമ്മളെ കോടങ്ങാട് എന്റെ പിന്നെ കൂടെ പ്രവർത്തിക്കുന്ന അബ്ദുൽ ഗഫൂർ അൻവരിന്റെ പള്ളിയിൽ അതേ സമയത്ത് നമ്മളെ പള്ളിയിൽ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ ആരോ പറഞ്ഞു നമുക്ക് തഹ്ലീൽ ചൊല്ലില്ലേ, നമ്മൾ ചൊല്ലണ്ടാന്ന് പറഞ്ഞു. ഇല്ലാത്തൊരു സ്ഥലത്ത് അത് നമ്മളെ ആലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ഫൈസിമാരും ദാരിമിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇല്ലാത്തൊരു സ്ഥലത്ത് പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കണ്ട. കാരണം നമ്മളത് ഉണ്ടാക്കിയിട്ട് നമ്മൾ 2 കൊല്ലം കഴിഞ്ഞാൽ അവിടുന്ന് പോകും. പിന്നെ ഈ നാട്ടുകാരാണ് ഇത് കൊണ്ടുനടക്കേണ്ടത്. അപ്പൊ ഇല്ലാത്തൊരു സ്ഥലത്ത് പുതിയ ആചാരങ്ങൾ തുടങ്ങും വേണ്ട, ഉള്ള സ്ഥലത്തുള്ള ആചാരങ്ങൾ നമ്മൾ ഇല്ലാതാക്കും വേണ്ട. ഈ ഒരു രൂപത്തിൽ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള നിലപാടിനെ സംബന്ധിച്ച് ഇമാമിങ്ങളോടുള്ള ചോദ്യത്തിനുള്ള മറുപടി അവിടെ നിന്നാ മതി നമ്മൾ. അപ്പൊ തഹ്ലീലുള്ളോടത്ത് ഇനിയിപ്പോ അത് പുതിയതാണെങ്കിലും അവരെങ്ങനെ നടന്നു പോരുന്നുണ്ടെങ്കിൽ എതിർക്കും വേണ്ട, പുതിയൊരു സ്ഥലത്ത് നമ്മൾ തുടങ്ങും വേണ്ട. ആ രൂപത്തിൽ നീങ്ങിയാൽ മതി എന്നാണ് എന്റെ ആ വിഷയത്തിലുള്ള മറുപടി. സദസ്സിൽ നിന്നുള്ള ഒരു ചോദ്യം പറയാം. മഹാന്മാരുടെ അടുത്ത് അവർ ജീവിച്ചിരിക്കെ പോയി അവരോട് അവിടെ പോയി സിയാറത്ത് ചെയ്ത് മഹാന്മാരുടെ അടുത്ത് പോകുന്നതിന് മനസ്സിലാക്കാം. പക്ഷേ അവർ മരണപ്പെട്ടതിന് ശേഷം അവിടെ പോയി സിയാറത്ത് ചെയ്യുന്നതിന് അവർക്ക് സഹായിക്കാനും കഴിയില്ല, ഉപദ്രവിക്കാനും കഴിയില്ല. എന്താണ് അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ? ആ ചോദ്യത്തിന് എത്രങ്ങാനും മറുപടി പറയാനുണ്ട്. അതിൽ ഒരു മറുപടി മാത്രം ഞാൻ പറയാം, സമയമില്ലാത്തത്. ഞാനിപ്പോ ഈ പൂജിച്ച കിതാബ് സഹീഹ് മുസ്ലിമാണല്ലോ. ഈ സഹീഹ് മുസ്ലിമിന്റെ 73ാമത്തെ പേജാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഒറ്റ മറുപടി. حدثنا قتيبة بن سعيد حدثنا ليث عن ابن عجلان عن محمد بن يحيى بن حبان عن ابن محيريز عن السلابحي عن عبادة بن الصامت أنه قال دخلت عليه وهو في الموت. സുനാബിഹി റളിയല്ലാഹു അൻഹു പറയാം, സഹാബി വര്യനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു മരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ദഖൽതു അലൈഹി വഹുവ ഫിൽ മൗതി ഫബകൈതു. ഉബാദത്ത് റളിയല്ലാഹു അൻഹു മരിക്കുകയാണല്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഫഖാല, അപ്പോൾ ഉബാദത്ത് എന്നവർ പറയാണ്, മഹ്ലൻ, നീ ശാന്തമാകൂ.
ലിമ തബ്കി, നീ എന്തിനു കരയണം? ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ മരിച്ചുപോയ നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപ്പെടുമെന്നല്ലേ നിന്റെ ബേജാറ്? ബേജാറാവണ്ട. ലഇനിസ്തുശിഹിത്തു, എന്നെ സാക്ഷിയാക്കപ്പെട്ടാൽ അഷ്ഹദന്ന ലക, ഞാൻ നിനക്ക് വേണ്ടി സാക്ഷി നിൽക്കും. വലഇൻ ശുഫിഅതു, എന്നെ ശുപാർശകനാക്കപ്പെട്ടാൽ അഷ്ഫഅന്ന ലക, ഞാൻ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യും. വലഇൻ ഇസ്തതഅതു, എനിക്ക് സാധിക്കുമെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ലഅൻഫഅന്നക, ഞാൻ നിനക്ക് ഉപകാരം ചെയ്തു തരും. ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു എനിക്ക് ബേജാറാവണ്ട, കഴിയുമെങ്കിൽ ഞാൻ ഉപകാരം ചെയ്തു തരും. ലഅൻഫഅന്നക എന്ന് പറഞ്ഞാൽ മീസാൻ ഓതിയ കുട്ടികൾക്കറിയാം. ലഅൻഫഅന്നക, തീർച്ചയായും ഞാൻ നിനക്ക് ഉപകാരം ചെയ്തു തരുക തന്നെ ചെയ്യും. ശക്തമായ ഭാഷയിലാ പറഞ്ഞു. അപ്പൊ മരിച്ചാ പിന്നെ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ മൂപ്പര് ഇത് പറയുന്നത്? പച്ച നുണയും പറഞ്ഞുകാണ്ട് സമാധാനിപ്പിക്കും. മരിച്ചാ ഒന്നുമില്ല, പിന്നെ തീർന്നിച്ചു എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെങ്കിൽ പിന്നെ ഈ നുണയും പറഞ്ഞുകാണ്ട് എന്തിനാ ഈ നൊലോത്സുന്ന സുനാബിയെ സമാധാനിപ്പിക്കുന്നത്? ഇത് ഷിർക്കിന്റെ വിശ്വാസമാണെങ്കിൽ ഈ ഷിർക്കിന്റെ വിശ്വാസം പറഞ്ഞുകാണ്ട് സ്വഹാബി മറ്റൊരാളെ സമാധാനിപ്പിക്കും. ഇത് സഹീഹ് മുസ്ലിമിന്റെ കിതാബുൽ ഈമാനിലുള്ള ഇത് എത്രാമത്തെ ഹദീസാണിത്? കിതാബുൽ ഈമാനിലെ 29ാമത്തെ ഹദീസാണ്. 29ാമത്തെ ഹദീസ്. അപ്പോ ഒരുപാട് മറുപടി പറയാണ്ട് അതിൽപ്പെട്ട ഒരു മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് മറമാടിയതിനു ശേഷം തസ്ബീത്ത് ചൊല്ലിയിരുന്നോ? അമീർ ഇരിങ്ങല്ലൂർ തസ്ബീത്ത് നല്ലൊരു ചോദ്യം. അതായത് നിങ്ങളിപ്പോ നമ്പോലകുന്ന് മഹലല്ലേ, നിങ്ങളൊക്കെ നമ്പോലകുന്ന് മഹലല്ലേ? ഇവിടെ മയ്യിത്ത് മറമാടിയിട്ട് മൂടുകല്ല് വെച്ചതിന് ശേഷം പിടിമണ്ണ് വാരിടുമ്പോ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ് വജാഫിൽ ഖബ്ർ അൻ ജംബി അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസഅ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് ചൊല്ലിക്കൊടുക്കാറുണ്ടോ? അത് ആൾക്കാർ ഏറ്റുചൊല്ലാറുണ്ടോ? ഉണ്ടോ? അത് നബി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നബി ചെയ്തിട്ടില്ല, അത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല, അത് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആചാരം. മൂടുകല്ല് വെച്ചിട്ട് മീസാൻ കല്ല് വെക്കുന്നതിന്റെ ആ ഗ്യാപ്പിൽ, ആ ഇടനിമിഷത്തിൽ ഇങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്ന ഈ ഏർപ്പാട് നബി ചെയ്തിട്ടില്ല, ഒരാളും ചെയ്തിട്ടില്ല. പക്ഷെ നമ്പോലകുന്ന് മാത്രമല്ലല്ലോ, കേരളത്തിലെ എല്ലാ മാലിന്യവും ചെയ്യുന്നുണ്ടല്ലോ. നമ്മളാരും ഇതിനെ എതിർക്കാത്തതുകൊണ്ടാ. അത് ആ സമയത്ത് പ്രത്യേകം വാരിതായതാണെന്ന് മുജാഹിദുകളൊക്കെ പറയുന്നത്. ആ സമയത്ത് പ്രത്യേകം വാരിതാണെന്ന്. അങ്ങനെ വിശ്വസിച്ചാൽ അത് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് അങ്ങനെ ഒരു അമല് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ചെയ്യാൻ പാടില്ല. വരാത്ത ഒന്നിനെ വന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല. അതേസമയത്ത് മയ്യിത്ത് മരിച്ചതിന് ശേഷം ഖിയാമത്ത് നാൾ വരെ മയ്യിത്തിന് വേണ്ടി ദ്വാർന്നു കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമല്ലേ എന്ന പൊതുവായ കാഴ്ചപ്പാടോടുകൂടി ചെയ്യുകയാണെങ്കിലോ എതിർക്കാനും പോണ്ടാണ്. ചെയ്യുന്നുണ്ട്, നമ്മൾ എതിർക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ പറയാം. അത് നല്ലൊരു പോയിന്റാണ്. പറയട്ടെ, അതിന് തെറ്റല്ല. അതാണ് സുന്നികൾ പറയുന്നത്. അങ്ങനെ ഒരു സംഗതി, ഒരു ആചാരം തുടങ്ങുമ്പോൾ തന്നെ തെറ്റല്ല. അത് തുടങ്ങുന്ന ആളുകൾ എന്ത് അടിസ്ഥാനത്തിൽ തുടങ്ങിയെന്ന് പരിശോധിച്ചിട്ടേ അത് തെറ്റാണോ അല്ലേ എന്ന് നമ്മൾ പറയുള്ളൂ. തെറ്റല്ലാത്ത ഒന്നിനെ, തെറ്റായ ഒന്നിനെ തെറ്റല്ല എന്ന് പറയുന്നതും തെറ്റാണ്, തെറ്റല്ലാത്ത ഒന്നിനെ തെറ്റാണെന്ന് പറയുന്നതും തെറ്റാണ്. പെണ്ണ് പിടിച്ചോണ്ടുള്ളത് തെറ്റാണ്, അതുകൊണ്ട് തെറ്റല്ല എന്ന് പറഞ്ഞ മൗനം പാലിക്കുന്നത് തെറ്റാണ്. പക്ഷെ ഇത് തെറ്റല്ല, അതുകൊണ്ട് മൗനം പാലിക്കുന്നത് തെറ്റല്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മറമാടി ആ പണിയൊക്കെ പൂർത്തിയായി. എപ്പോഴാ പൂർത്തിയാവല്? മീസാങ്കല്ലാണ് വെച്ചിട്ട് ഒരു ചാണ് ഉയർത്തി വെക്കുമ്പോഴേ പൂർത്തിയാവുള്ളൂ. അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറച്ചേരം അവിടെ നിൽക്കണം. കുറച്ചേരം അവിടെ നിന്നിട്ട് മയ്യത്തിന് വേണ്ടി, മൗഫിറത്തിന് വേണ്ടി ദ്വാർക്കണം. തസ്ബീത്ത് പറഞ്ഞാല് ചോദ്യോത്തരത്തിൽ ഉത്തരം കിട്ടാൻ വേണ്ടി, ഉത്തരം തോന്നാൻ വേണ്ടി നിങ്ങൾ മയ്യത്തിന് വേണ്ടി ദ്വാർക്കണം.
അത് മീസാങ്കലൊക്കെ വെച്ച് അതാണ് നമ്മൾ ചെയ്യുന്നത്. പഴയ കാലത്ത് നമ്മുടെ മഹലിൽ സുന്നിയാൾ തസ്ബീത്ത് ചെയ്യുന്ന ആൾക്കാരാ. തെൽക്കീനാണ് ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തസ്ബീത്ത് തുടങ്ങും. തസ്ബീത്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ദുആക്ക് തവസ്സുൽ എന്നുള്ളവർക്ക് ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ ഹു ആ തസ്ബീത്ത് നമ്മളതിനെ എതിർക്കാത്തെന്ന് വെച്ചാൽ മയ്യത്തിന് വേണ്ടി ദ്വാർക്ക എന്ന നിലക്കാണെങ്കിൽ എതിർക്കേണ്ടത്. ജനങ്ങളെ മനസ്സിൽ ഇപ്പൊ അത് പ്രത്യേകം വാരിതാണ് ബുഖാരിയിലുള്ളതാണെന്നൊന്നും ആൾക്കാർക്ക് നാടന്മാരെ മനസ്സിലാവുന്നില്ല. ഓൽക്കൊരാളങ്ങ് ചെല്ലുന്ന വാക്കുകൾ നല്ല കാര്യമല്ലേ നല്ല കാര്യമല്ലേ പറയണത്, അത്രേ ഉള്ളൂ. അപ്പൊ ആ നിലക്കാണെങ്കിൽ അതിനെ എതിർക്കേണ്ടതില്ല. അത് മഖ്സൂസായ ഖാസായ പ്രത്യേകമായ ഒരു ആചാരമാണ് എന്ന വിധത്തിൽ ആര് ചെയ്താലും എതിർക്കേണ്ടതും ആണ്. അപ്പൊ ആൾക്കാരോട് ചോദിച്ചു നോക്കണം ഓരോ മഹലിലും. ഇപ്പൊ നാള് ഈ കൊണ്ടോട്ടിന്റെ പരിസരത്തുള്ള ഒരു മഹല്, ആ മഹലിന്റെ പേര് പറയണില്ല, അവിടെ ഒരു മയ്യത്തിന് കൂടി തസ്ബീത്തിന്റെ ഇങ്ങനെ ചെല്ലാണ്. അപ്പൊ ഒരാളിങ്ങനെ ചൊല്ലി കൊടുക്കുക, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, ബാക്കിയുള്ളവരൊക്കെ അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അംഹിൽഹുൽ ജവാബ്, ബാക്കിയുള്ളവരൊക്കെ അല്ലാഹുമ്മ അംഹിൽഹുൽ ജവാബ്. എന്താ അതിന്റെ അർത്ഥം? അൽഹിംഹുൽ ജവാബ് എന്നാ ചൊല്ലിക്കൊടുക്കണോ? അല്ലാഹുമ്മ അംഹിൽഹുൽ ജവാബ്, അള്ളാഹുവേ ഉത്തരത്തെ നീ ഇപ്പൊ പറഞ്ഞു കൊടുക്കരുത്, ഇംഹാല് ചെയ്തു കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അതിനും നാടന്മാര്, അപ്പൊ ആൾക്കാർക്ക് അത്രേ ഉള്ളൂ. ഒരു നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ച അത് പ്രത്യേകം വാരിതാണെന്നോ ഖാസായ ഉറൂദുണ്ടെന്നൊന്നും അവര് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആകുമ്പോ അവര് ദീനിന് പുതിയ കാര്യം കടത്തിക്കൂട്ടി എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആലിമീങ്ങൾ അവിടെ നിശബ്ദത പുലർത്തും. ഖാസായിട്ട് പ്രത്യേകം വാരിതാണെന്ന് ഒരു തോന്നൽ ഉളവാകത്തക്ക വിധത്തിലുള്ള അമലുകളാണ് ഇവർ ഉണ്ടാക്കുന്നതെങ്കിലോ അപ്പൊ ആലിമീങ്ങൾ അതിനെ എതിർക്കും ചെയ്യും. അങ്ങനെയാണ് ഇത്രയും കാലം നടന്നു പോന്നിട്ടുള്ളത്. ഈ ചോദ്യം ചോദിച്ചത് നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രഗത്ഭനായ അതിന്റെ നേതാവ്, അതിന്റെ പ്രവർത്തകൻ അമീർ ഇരിങ്ങല്ലൂർ സാഹിബാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് ഈ മറുപടി കൊടുത്തത്. ഈ മമ്പറത്ത് പോയിട്ട് കുറെ ആൾക്കാരുടെ ചാവി കൊണ്ട് ഇത് ബർക്കത്തെടുക്കാന്ന് ഒരു ഇഷ്ടമുണ്ട്. അതിനെ പറ്റിയൊന്നും വിശദീകരില്ല. അത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ഒരു നടപടിയാണ്. അതായത് പിന്നെ തബറുക്ക്, മഹാന്മാരുടെ സാമീപ്യം കൊണ്ട് ബർക്കത്തെടുക്കുക എന്നുള്ളതാണ്. മഹാന്മാരുടെ സാമീപ്യം ഒരു ബർക്കത്താണ്. അത് ഒരുപാട് ഖുർആനിക സൂക്തങ്ങൾ തെളിയിച്ചൊരു സംഗതിയാണ്. അതിൽപ്പെട്ട ഒരു സൂക്തം മാത്രം ഞാൻ പറയാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അങ്ങേ രാപ്രയാണം നടത്തിയ അല്ലാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. എന്താണ് മസ്ജിദുൽ അഖ്സ? അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരം ബറക്കത്തുള്ളതാണ്. പരിസരം ബറക്കത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം, ഒരു വ്യാഖ്യാനമാണ് അവിടെ അമ്പിയാക്കൾ മറപ്പെട്ട് കിടക്കുന്നുണ്ട്. അമ്പിയാക്കൾ അവിടെ മറപ്പെട്ട് കിടക്കുന്നുണ്ട്. അതാണ് ആ പരിസരത്തിന്റെ ബറക്കത്ത്. അപ്പൊ നബിമാരുടെ പരിസരം മുബാറക്കാണ്. നേരത്തെ ചോദ്യത്തിൽ വന്നല്ലോ, അബൂബക്കർ സാഹിബ് ചോദിച്ച ചോദ്യത്തിൽ ഈ മരിച്ച ആൾക്കാര് അതിന് പിന്നെ എന്താണ്, ഈ മഹാന്മാര് മരിച്ചു കഴിഞ്ഞാൽ അവര് ജീർണിച്ചു എന്നുള്ളൊരു വിശ്വാസം അതിന്റെ പിന്നിലുണ്ട്. ശരിക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്താണ്? അൽ അംബിയാഉ അഹ്യാഉ ഫീ ഖുബൂരിഹിം യുസല്ലൂന. അമ്പിയാക്കൾ ഖബറിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്. എത്രത്തോളം അവർ നിസ്കരിക്കുന്നുണ്ട് എന്നാണ് വസ്സലാം. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അപ്പൊ ഈ ജീവിച്ചു മരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ വിവേചനം അത് ഇസ്ലാമികമായി വളരെ മോശമാണ്. ആ കാഴ്ചപ്പാട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ ബർക്കത്ത്, മഹാന്മാരുടെ പരിസരത്തിന്റെ ബർക്കത്ത്, അവിടെ നിൽക്കുക, അവിടുത്തെ വസ്തുക്കൾ ഉപയോഗിക്കുക, ഹലാലായ വസ്തുക്കളാണെങ്കിൽ ഉപയോഗിക്കുക, അല്ലാതെ അവിടുത്തെ സാധനങ്ങളൊക്കെ കട്ടെടുത്ത് കൊണ്ടുവരണമെന്നല്ല, അനുവദിക്കപ്പെട്ടതാണെങ്കിൽ ഉപയോഗിക്കുക. നമ്മുടെ തന്നെ നമ്മൾ എഴുതുന്ന പേന, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, അത് കുറച്ചേരം അവിടെ വെക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. ഇതിനാണ് തബറുക്ക് എന്ന് പറയാം, ബർക്കത്തെടുക്കുക എന്നാ പറയാം. അതിനൊരു ഉദാഹരണം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, സിദ്ദീഖ് അക്ബർ തങ്ങൾ വഫാത്തായി, ഉമറുൽ ഖത്താബ് തങ്ങൾക്ക് കുത്തേറ്റു, മരിക്കാൻ പോകുകയാണ്. അപ്പോഴാണ് മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്. അവിടെ ഒരു 6 അടി സ്ഥലം റൗളയിൽ ബാക്കിയുണ്ട്, അത് എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി. അതിന് കാരണം പറഞ്ഞ എന്താണ്? ഈ ഭൂമിയിൽ ആ ഒരു സ്ഥലത്തിനേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് മറ്റൊരു സ്ഥലം എനിക്കില്ല. നബിയുടെ സമീപത്താവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മരിച്ചു പോകുന്ന ഉമറുൽ ഖത്താബ് തങ്ങൾക്ക് നബിന്റെ സമീപത്ത് കടന്നിട്ട് എത്ത കാര്യം? അതൊരു പൊട്ട ചിന്തയാണെങ്കിൽ നബിയുടെ സാമീപ്യം, നബി ഇത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചെല്ലുന്നല്ലോ, നബിയുടെ അടുത്ത് കടക്കുകയാണ്. നബിയുടെ അടുത്ത് കടക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ഉമറുൽ ഖത്താബ് തങ്ങൾ പറയുന്ന ഒരു പൊട്ട ചിന്തയാണോ? ആണോ? ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം അസ്കലാനി തങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാരുടെ ജിവാറ് കൊണ്ട്, മഹാന്മാരുടെ സാമീപ്യം കൊണ്ട് ബർക്കത്തെടുക്കുന്നതിന് ഈ ഹദീസ് തെളിവാണ് എന്ന് പറയുന്നുമുണ്ട്. അപ്പൊ മഹാന്മാരുടെ പരിസരം, ആ പരിസരത്തെ അവിടെയുള്ള ആത്മീയമായ ഗുണങ്ങളെ സ്വാംശീകരിക്കുക എന്ന തബറുക്ക്, അതാണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അവിടെ ചാവി വെക്കുന്നു, കൊണ്ടുവരും. ആരോട് പ്രാർത്ഥിക്കുന്നു? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നിങ്ങൾ ചോദിച്ചൂടെ? ഓരോടൊന്ന് അന്യ പെണ്ണുങ്ങളോട് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ലെ, അത് ഇതുവരെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, നമുക്ക് ചോദിച്ചൂടെ? ആ അന്യ പെണ്ണുങ്ങൾ ആ മഹലിലത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ, ഇവിടുന്ന് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എന്നാ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, വേണ്ടപ്പെട്ട ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ട ആൾക്കാർ ചോദിച്ചിട്ട് അതിന് മറുപടി തന്നാൽ മതിയല്ലോ. വേണ്ടപ്പെട്ട ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്, ഈ മഹാനെ വസീലയാക്കുന്നു എന്ന് മാത്രം. അവിടെ എന്തില്ല? മഹാനോട് പ്രാർത്ഥിക്കുന്നില്ല. അല്ല, അപ്പൊ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഒരു നിലക്കും പുറത്തിറങ്ങാൻ പാടില്ല. പള്ളി, അവിടെ പള്ളി, അതാണ് ഞാൻ നേരത്തെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. പള്ളി മദ്രസ വ്യത്യാസമുണ്ട്. മദ്രസയിലേക്ക് സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാൽ പള്ളി പുരുഷന്മാരുടെ കേന്ദ്രമാണ്. പുരുഷന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ച കേന്ദ്രമാണ് പള്ളി, മസ്ജിദ്. അവിടെ പെണ്ണുങ്ങൾ പോകാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ. റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ പോകാൻ പാടില്ല എന്നോ, ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ പോകാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പള്ളിയും മറ്റു കേന്ദ്രങ്ങളും തമ്മിൽ, ആസ്പത്രിയിലേക്ക് പെണ്ണുങ്ങൾ പോകാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പള്ളി എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഇസ്ലാമിന്റെ ഷിആറിന്റെ വിളംബരം, അഥവാ 5 നേരത്തെ നിസ്കാരത്തിന്റെ ജമാഅത്തായിട്ട് നടത്തപ്പെടാനുള്ള കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാന ലക്ഷ്യത അത് പുരുഷന്മാരോടാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് പുരുഷന്മാർക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്ഥലമാണ്. ഇവിടെ മുജാഹിദുകളൊക്കെ എന്താ ചെയ്യുന്നത് അറിയോ? അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം. ഈ അടുത്ത് 2 മാസം മുമ്പ് നമ്മൾ ഈ വലിയാടടുത്ത് എന്റെ ഒരു ബന്ധു വീട്ടിൽ ഞാൻ പോയതാണ്. മഗ്‌രിബിന്റെ സമയത്താണ് പോകുന്നത്. അങ്ങനെ മഗ്‌രിബിന്റെ സമയത്ത് ആ ബന്ധു വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, മുജാഹിദിന്റെ പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു 5-6 പുരുഷന്മാർ നിസ്കരിക്കാൻ വേണ്ടി വന്നു. ഒരു കുഗ്രാമമാണ്, അത്ര ആൾക്കാരെ വരുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ അവിടെ മുജാഹിദ് അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 5-6 സ്ത്രീകളും വരുന്നത് കൊണ്ട് ഈ പുരുഷന്മാരൊക്കെ ഔത്ത പള്ളിയിലും സ്ത്രീകൾ മുകളത്തെ തട്ടിലാണ് നിസ്കരിക്കുന്നത്. അവിടെ എന്താ സ്ത്രീകൾ എന്താ ഔത്ത പള്ളിയിൽ കയറിയാല്? ഏതായാലും പെണ്ണുങ്ങൾ പള്ളിക്ക് വരാൻ പറ്റുമെന്നാണോ അവർ പറയുന്നത്? എന്താ പെണ്ണുങ്ങൾ ഔത്ത പള്ളിയിൽ കയറിയാല്? 1-ാം സൂഫിൽ പുരുഷന്മാർ നിൽക്കട്ടെ, 2-ാം സൂഫിൽ പെണ്ണുങ്ങൾ നിൽക്കട്ടെ. എന്തുകൊണ്ട് ആ പെണ്ണുങ്ങളെ ഔത്തപ്പള്ളിയെ തൊട്ട് അവർ തടഞ്ഞു നിർത്തി? ഇവിടെ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുന്നത് സുന്യാളല്ല. കാരണം സുന്യാളെ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ വരുന്നില്ലല്ലോ തടയപ്പെടാൻ. വരുന്ന പെണ്ണുങ്ങളെ പ്രത്യേക സ്പെഷ്യൽ എന്താ പറയാ ഡൈവേർട്ട് ചെയ്തിട്ട് ആരോ മാർക്കിട്ടിട്ട് അങ്ങോട്ട് പൊയ്ക്കോളി എന്ന് പറയാണ്. ഔത്തപ്പള്ളിക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല. എന്തുകൊണ്ട് അകത്ത പള്ളിയിലേക്ക് പെണ്ണുങ്ങളുടെ പ്രവേശനം തടഞ്ഞു? മുജാഹിദുകൾ എന്തുകൊണ്ട് തടഞ്ഞു? ഇവിടെ പെണ്ണുങ്ങളെ തടയുന്നത് സുന്യാളല്ല, പെണ്ണുങ്ങളെ തടയുന്നത് മുജാഹിദീങ്ങളാണ്, അല്ലേ? അപ്പൊ സുന്യാൾ പറയുന്നത് എന്താ വെച്ചാല് മസ്ജിദ് എന്ന് പറയുന്നത്
പുരുഷന്മാരുടെ കേന്ദ്രമാണ്. അത് സുന്നികൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഖുർആന്റെ ആയത്തുകളിന്റെ സൂചന വെച്ചിട്ട് ഇമാമിങ്ങൾ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്. അന്നൻ നിസാഅ ലസ്ന മിൻ അഹ്ലിൽ മസ്ജിദി മിൻ അഹ്ലിൽ മസാജിദി. പെണ്ണുങ്ങൾ പള്ളിയുടെ അഹ്ലുകാരിൽപ്പെട്ടവരല്ല. മിൻ അഹ്ലിൽ മദാരിസി എന്ന് പറഞ്ഞിട്ടില്ല, മിൻ അഹ്ലിൽ മുസ്തഷ്ഫാത്തി എന്ന് പറഞ്ഞിട്ടില്ല, മിൻ അഹ്ലിൽ മസാജിദി, പള്ളിയുടെ അഹ്ലുകാരിൽപ്പെട്ടവരല്ല പെണ്ണുങ്ങൾ. അതുകൊണ്ട് സ്ത്രീ അല്ല പുരുഷ കേന്ദ്രീകൃത സ്ഥലമായ പള്ളി സ്ത്രീ ഉപയോഗിക്കേണ്ടതല്ല. അപ്പൊ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അവിടെ. എന്താണ്, നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ഹദീസുകളൊക്കെ കാണുന്നുണ്ടല്ലോ, അല്ലേ? നല്ലൊരു സംശയമാണ്, നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയം. ആ സംശയത്തിനാണ് മറുപടി പറയുന്നത്. നബിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടാവുകയും നബിയുടെ വാക്കുകൊണ്ട് അതിനെതിരിൽ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്താൽ ഉമ്മത്തീങ്ങളായ നമ്മൾ അമല് ചെയ്യേണ്ടത് ഈ സംഭവം വെച്ചുകൊണ്ടല്ല, നബിയുടെ നിർദ്ദേശം വെച്ചുകൊണ്ടാണ് അമല് ചെയ്യേണ്ടത്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് നിന്ന് മൂത്രയിക്കരുത്. അതേ നബി തങ്ങൾ തന്നെ നിന്ന് മൂത്രയിച്ചു എന്ന് ബുഖാരിയിൽ കാണാം. നമ്മളപ്പോ അമല് ചെയ്യേണ്ടത് നബിയുടെ ഈ മൂത്രമൊഴിച്ച പ്രവൃത്തി നോക്കിയിട്ടാണോ, മൂത്രമൊഴിക്കരുത് അല്ല നിന്ന് മൂത്രമൊഴിക്കരുത് എന്ന കൽപ്പന വെച്ചുകൊണ്ടാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൽപ്പന വെച്ചിട്ടാണ് അമല് ചെയ്യേണ്ടത്. നബിയുടെ പ്രവൃത്തിക്ക് എന്തെങ്കിലും വേറെ വ്യാഖ്യാനം കൊടുക്കാൻ വേണ്ടത്. എന്നതുപോലെ നബിന്റെ അടുക്കൽ വന്നിട്ട് നബിയെ ഞാൻ പള്ളിക്ക് വന്ന് നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ച വനിതകളോട് പറഞ്ഞത് വേണ്ട, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. അതേ സമയത്ത് നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന് വ്യാഖ്യാനം കൊടുക്കണം. അത് ഇസ്ലാമിന്റെ ആദ്യകാലത്താണെന്നോ അതല്ലെങ്കിൽ അത് ഫിത്നക്ക് അന്നുണ്ടായിരുന്ന ആ വഹയിറങ്ങുന്ന പ്രത്യേക പശ്ചാത്തലത്തിന് മാത്രം ബാധകമാണെന്നോ അതല്ലെങ്കിൽ ഹിജറ പോയ പെണ്ണുങ്ങൾക്ക്, നിരാലംബരായ പെണ്ണുങ്ങൾക്ക് ആവാസ കേന്ദ്രമില്ലാത്ത പ്രത്യേക പശ്ചാത്തലത്തിലാണെന്നോ, ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ട് അവിടെ നിർത്തണം. നബിയുടെ വാക്കും പ്രവൃത്തിയും, അതെ നബിയുടെ കാലത്തുണ്ടായ ഒരു വാക്കും നബിയുടെ കാലത്തുണ്ടായ ഒരു സംഭവം തമ്മിൽ എതിരായാൽ സംഭവത്തിന് വ്യാഖ്യാനം കൊടുക്കണം, വാക്കിനെ മുഖവിലക്കെടുക്കണം. എന്നതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ, എത്ര ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾ ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് പെണ്ണുങ്ങളെ പള്ളി. അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ ഖബറുകളിലേക്ക് പെണ്ണുങ്ങൾ സിയാറത്തിന് വരുമ്പോൾ, ഇനി വരുമ്പോൾ കൊണ്ടോട്ടിക്കാരോടാ പറയുന്നത്, പെണ്ണുങ്ങൾ കൂത്താടുന്നുണ്ടെങ്കിൽ, ഹറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ ആലിമീങ്ങൾ വെറുതെടുക്കാൻ പാടില്ല. ആലിമീങ്ങളെ മാത്രം നിങ്ങൾ പറയരുത്, ഉമറാക്കളും വെറുതെടുക്കാൻ പാടില്ല. ഉമറാക്കൾ ഇങ്ങനെ കഴിച്ചിലേക്കാണ്. ഉമറാക്കൾക്ക് ഇപ്പൊ ഒരു വോയിസും ഇല്ലല്ലോ, ഓല് പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല. അവര് ആക്ക് പണ്ഡിതന്മാര് മൂല്യന്മാര് പറഞ്ഞോളൂ നടക്കാൻ നിൽക്കുക. അല്ല, ഉലമാഉ പറഞ്ഞു കൊടുക്കണം, ഉമറാവ് അത് പ്രവർത്തിപ്പിക്കണം. ഈ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഓതിപ്പെടുത്തി ബിരുദം വാങ്ങിയവര് മാത്രമാണ് ആലിമീങ്ങൾ. ഒരു വിഷയത്തിനൊരു എൽമുണ്ടായ അയാൾ ആ വിഷയത്തിൽ ആലിമ. ഖത്തീബ് മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഇനി അതും പറയാം. ഇവിടുത്തെ ഖത്തീബിനെ നിങ്ങൾ നിയമിച്ചെന്തിനാ? ഖുത്ബോധാന ആള് ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടണമെന്നൊന്നും ഇസ്ലാമിന് നിയമമല്ല. ഈ നാട്ടിലത്തെ ആലിമീങ്ങളില്ലേ, ഈ നാട്ടിൽ പെറ്റു വളർന്ന ആലിമീങ്ങളില്ലേ, ഓർക്ക് ഇവിടുത്തെ അംറുൽ ബിൽ മഅറൂഫ് ഒന്നും നടത്തണ്ട. വന്ന് ഞങ്ങളെ പോലെ ജോലി ചെയ്യുന്ന പാവങ്ങളായ ഞങ്ങൾ മാത്രം അംറുൽ ബിൽ മഅറൂഫ് നടത്തിയാൽ മതി. അതൊക്കെ ഈ സമുദായത്തിന്റെ ആ സങ്കല്പങ്ങൾക്കൊന്ന് മാറ്റിയേക്കണം. ഇത് പൊതുവെ ഞങ്ങളെ കാര്യം പറഞ്ഞാണ്, പൊതുവെ ഒരു കാര്യം പറഞ്ഞാണ്. പൊതുവെ നമ്മളെ സങ്കല്പം എന്താ വെച്ചാല്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ മഹല്ലില് ചില അവിടുത്തെ ആൾക്കാര്, അവിടുത്തെ ഫൈസിമാരും ദാരിമാരൊക്കെ പറഞ്ഞു, അയാൾ അങ്ങനെ കാട്ടുണ്ട്, ഇയാൾ ഇങ്ങനെ കാട്ടുണ്ട്, അത് ഉസ്താദ് ഒന്ന് പറയണം. അപ്പൊ ഞാൻ പറയും, ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങളും ആലിമല്ലേ? ഞങ്ങളും ആലിം തന്നെയാണ്, നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അല്ല, അതിപ്പോ ഞങ്ങൾ പറയുമ്പോ അതെങ്ങനെ അങ്ങനെ നിയമം ഇസ്ലാമിന് മാത്രമേ, കാരണം ഒരു ശമ്പളം പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ സങ്കല്പത്തിനൊന്ന് മാറണം. ആ സങ്കല്പത്തിന് ഞാനും നിങ്ങളൊക്കെ മാറണം. വരുന്ന ആലിമീങ്ങളാവട്ടെ, നാട്ടിലുള്ള ആലിമീങ്ങളാവട്ടെ, നാട്ടിലുള്ള ഉമറാക്കൾ എല്ലാവരും അംറു ബിൽ മഅറൂഫിൽ സജീവമാവണം. അല്ലാതെ വരുന്ന ജോലിക്കാർക്ക് മാത്രമുള്ള ബാധ്യതയാണ് ഈ അംറു ബിൽ മഅറൂഫ്. ആ തത്വം നമ്മൾ മാറ്റിവെക്കണം. ആ തത്വം മാറ്റിവെച്ചിട്ട് നാട്ടിലുള്ള ആലിമീങ്ങളും വിദേശ ആലിമീങ്ങളും എല്ലാവരും ഒരുപോലെ അംറു ബിൽ മഅറൂഫ് നടത്തണം എന്ന കാഴ്ചപ്പാടാണ് എനിക്ക് തോന്നുന്നത്. അതന്നെയല്ലേ സത്യം? അപ്പോ പിന്നെ ഈ പെണ്ണുങ്ങൾ സിയാറത്തിന്റെ പേരിൽ അപ്പോ ചില മക്ബറുകളിലാവട്ടെ, മക്കാമുകളിലാവട്ടെ, സ്കൂളുകളിലാവട്ടെ, കോളേജുകളിലാവട്ടെ, ആസ്പത്രിയിലാവട്ടെ, അങ്ങാടിയിലാവട്ടെ,
ചില ആൾക്കാർ മക്കാമത്തെ കാര്യം മാത്രം എതിർക്കും, സ്കൂളത്തെ കാര്യം എതിർക്കൂല. അത് ശരിയല്ല. മക്കാമിലുള്ള ആ വമ്പർത്തുള്ളത് അവിടെ കൂടി വരുന്നതാണ് ഇറങ്ങാൻ എതിർക്കും. അതേസമയത്ത് സ്കൂളിൽ കൂടി വരുക, ഇവൻ മാനേജറായ സ്കൂളിൽ അതിലും വലിയ പേക്കൂത്ത് നടക്കുന്നുണ്ടാവും. അതിനെപ്പറ്റി കാമാമിണ്ടൂല. അങ്ങനെ നിയമം ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിന് അങ്ങനെ ഒരു വിവേചനം ഉണ്ടോ? അംറും ബിൽ മഅറൂഫ് നടത്തുന്നിടത്ത് സ്ഥലം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എവിടെ ഓതിയെടുത്ത് കണ്ടിട്ടില്ല. അപ്പൊ എല്ലാ സ്ത്രീ പുരുഷ സങ്കലനങ്ങളും ഒട്ടിച്ചേരലുകളും എതിർക്കണം. സമസ്തകല ജമിയത്തുൽ ഉലമ അന്നും ഇന്നും അത് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊണ്ടോട്ടിയാലും വേണ്ടില്ല, ഏർവാടിയാലും വേണ്ടില്ല, എവിടെയാണെങ്കിലും വേണ്ടില്ല, എതിർക്കണം. അതേസമയത്ത് മാന്യമായി ഒരു ഇതുമില്ലാതെ വളരെ കൃത്യമായി അവറത്തൊക്കെ മറച്ചു വരുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ നമ്മൾ എതിർക്കാനും പാടില്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ സമീപനം. നമ്മളിപ്പോ ഈ 4 മദ്ഹബില് ഏതെങ്കിലും ഒരു മദ്ഹബിൽ ഒരാൾ വിശ്വസിക്കണമല്ലോ. അങ്ങനെ നമ്മളൊക്കെ ഷാഫി മദ്ഹബില് വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നമസ്കാരം ഇപ്പൊ മുജാഹിദിനായാലും ജമാഅത്തിനായാലും സുന്നിക്കായാലും നമസ്കാരം എല്ലാവർക്കും ഒന്നാണല്ലോ. അപ്പൊ നമ്മൾ സുന്നികൾ മാത്രം ഈ സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നു, മറ്റുള്ളവരാരും ഖുനൂത്ത് ഓതുന്നില്ല. അപ്പൊ അവര് പറഞ്ഞത് സുന്നത്താണ്, അത് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ ലോകത്തെ എല്ലായിടത്തും നമ്മുടെ ചിലർ പറയുന്നത് കേരളത്തിൽ മാത്രം ഈ സുന്നികൾ മാത്രമേ സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നുള്ളൂ, മറ്റെവിടെയും അത് കാണുന്നില്ലല്ലോ. എന്താണത് കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അതൊന്നും അറിയാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, നമ്മൾ ഈ സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് മറന്നുപോയാൽ നമ്മൾ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നു. ഈ സഹ്വിന്റെ സുജൂദ് സുന്നത്തിനും വേണോ ഫർളിനും വേണോ എന്നാണ് എന്റെ സംശയം. ഇപ്പൊ നമസ്കാരത്തിൽ അത്തഹിയാത്ത് നമ്മൾ ഫാത്തിഹ ഓതുകയാണെങ്കിൽ അത് ഫർളാണ് അല്ലേ? എന്നാൽ അതിന്റെ കൂടെ നമ്മൾ സുന്നത്തും കൂടെ സൂറത്തും കൂടെ ഓതുന്നു. ആ സൂറത്ത് സുന്നത്താണ് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒന്ന് മറന്ന്, ഫർളല്ലാത്തത് ഏതെങ്കിലും ഒന്ന് മറന്നു കഴിഞ്ഞാൽ അവിടെ സഹ്വിന്റെ സുജൂദ് നിർബന്ധമാണോ എന്നാണ് എന്റെ ചോദ്യം. നല്ല ചോദ്യം, നല്ല വളരെ പ്രസക്തമായ ചോദ്യം. ഒരാളുടേതാണെങ്കിലും എല്ലാവർക്കും അറിയേണ്ടതായ ഒരു വിഷയം, ഒരാൾക്ക് മാത്രമല്ല. അപ്പോ നിങ്ങൾ ആദ്യം പറഞ്ഞു ഈ സുബ്ഹിന്റെ ഖുനൂത്ത് എന്നുള്ളത് കേരളത്തിലുള്ള സുന്നികളുടെ മാത്രമാണ് എന്ന് പറയുന്ന ആളോട് ചോദിക്കുക, നിങ്ങൾ ലോകത്ത് എത്ര നാട് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കുക. അപ്പൊ അയാൾ താനം തലതാക്കിപ്പോകും. ഈ കുളത്തിലെ തവളയായിട്ടുള്ള ആ പരാമർശം ഉണ്ടല്ലോ, നിങ്ങളോട് ചോദിച്ച ആളോടെ ഈ കുളത്തിലെ തവളന്റെ വിചാരം കുളം മാത്രമാണ് ലോകം. അത് ശരിയല്ല. എത്രയോ ഞാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ 2014 ജനുവരിയിൽ ഞാൻ ദുബായി പോയി. അവിടെ ഒരു പള്ളിയിൽ കുനൂത്തോതുണ്ടല്ലോ, അല്ല സുബീക്ക് കുനൂത്തോത് അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഈജിപ്തിൽ എത്ര പള്ളിയിൽ ഓതുന്നുണ്ട്, ഉത്തരേന്ത്യയിൽ എത്ര പള്ളിയിൽ ഓതുന്നുണ്ട്, ഇന്തോനേഷ്യയിൽ ഓതുന്നില്ലേ? അപ്പോ ഈ കുളത്തിലെ തവള കേരളം മാത്രമാണ്, മലപ്പുറം മാത്രമാണ് ലോകം എന്ന് ചിന്തിക്കാൻ പാടില്ല എന്നാണ് അതിന് പറയുന്ന മറുപടി. പിന്നെ മുജാഹിദുകൾ ഖുനൂത്ത് ഓതുന്നില്ല, സുന്നികൾ ഓതുന്നുണ്ട് എന്നല്ല നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. സുന്നികൾ ഖുനൂത്ത് ഓതുന്നു, മുജാഹിദുകൾ ഖുനൂത്ത് ഓതുന്നവർ നരകത്തിലാണെന്ന് പറയുന്നു. അവിടെ വ്യത്യാസം. നമ്മൾ അവർ ഖുനൂത്ത് ഓതുന്നില്ല എന്നല്ല പ്രശ്നം. ഖുനൂത്ത് ഓതുന്നവർ നരകത്തിലാണെന്ന് പറയുന്ന അവിടെയാണ് പോയിന്റ്. നമ്മൾ ഖുനൂത്ത് ഓതി ഇതിന്റെ പേര് നരകത്തിലാണ്. എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, ഞാൻ ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടില്ല. താനൂർ ഭാഗത്തുള്ള ഒരു ISM യൂണിറ്റ് ഇറക്കിയ ഒരു കുറിപ്പിപ്പോൾ എന്റെ കയ്യിലുണ്ട്. സുബഹിയിൽ ഖുനൂത്ത് ഓതുന്നവർ മുബ്തദിഈങ്ങളാണ്, അത് ഇസ്ലാമിൽ ഇല്ലാത്ത ആചാരം കൂട്ടിച്ചേർത്തതാണ് എന്ന് പറഞ്ഞിട്ട് രൂക്ഷമായിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ നമ്മൾ ആ വിഷയത്തിൽ ഏറ്റുമുട്ടുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഖുനൂത്ത് ഓതുന്നു എന്നുള്ളതാണ്. മാസാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഫിസ്സുബ്ഹി ഹത്താ ഫാറഖ ദുനിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ സുബ്ഹിയിൽ ഖുനൂത്ത് നിർവഹിക്കാറുണ്ടായിരുന്നു എന്നാണ് ഹദീസ്. ഇമാം നവവി തങ്ങൾ തന്റെ അദ്കാറിന്റെ 66-ാമത്തെ പേജിൽ ആ ഹദീസ് സഹീഹായി ഉദ്ധരിച്ചിട്ടുണ്ട്.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അമല് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മൾ അമല് ചെയ്യുന്നത് വെറുതെ ദീനാണ് കടത്തിക്കൂട്ടിയതല്ല. ഒന്ന്. രണ്ടാമതായിട്ട് ഈ ഖുനൂത്ത് ഒഴിവാക്കിയാൽ സഹ്വിന്റെ സുജൂദ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമാണോ എന്നുള്ളതാണ്. നിർബന്ധമല്ല, സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ ശിക്ഷയില്ല, പക്ഷെ ചെയ്താലോ വലിയ കൂലിയാണ്. അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ സഹ്വിന്റെ സുജൂദ് ഫർളായ കാര്യങ്ങൾ, ഫാത്തിഹ ഒഴിവാക്കിയാൽ സഹ്വിന്റെ സുജൂദ് എന്നല്ല. ഫാത്തിഹ ഒഴിവാക്കിയാണ് നിസ്കരിച്ചാൽ നിസ്കാരം തന്നെയല്ലോ. ഇതെന്ത് സഹ്വിന്റെ സുജൂദാ? ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്ത ആൾക്കാർക്ക് നിസ്കാരം തന്നെ അല്ലാണ്. അപ്പൊ അവിടെ ഫാത്തിഹ ഒഴിവാക്കിയാൽ പിന്നെ സഹ്വിന്റെ സുജൂദ് ഇതുകാണ് പരിഹരിക്കാൻ കഴിയൂല. ആദ്യം നിസ്കരിക്കാൻ വേണ്ടി. പിന്നെ ഫാത്തിഹ ഓതിന് ശേഷമുള്ള സൂറത്ത് ഒഴിവാക്കിയാൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ടോ? ഇല്ല. കാരണം സുന്നത്തുകൾ രണ്ട് ജാതിയുണ്ട്. നിസ്കാരത്തിലെ സുന്നത്ത് രണ്ട് തരം. ഒന്ന് അബ്ആദ് സുന്നത്ത്, രണ്ട് ഹൈആത്ത് സുന്നത്ത്. അബ്ആദ് സുന്നത്തുകൾ എന്ന് പറയുന്ന സുന്നത്തുകൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സഹ്വിന്റെ സുജൂദ് സുന്നത്തുള്ളൂ. ഹൈആത്ത് സുന്നത്ത് അതിൽപ്പെട്ടതാണ് വജ്ജഹത്തു, അതിൽപ്പെട്ടതാണ് കൈകൾ ഉയർത്തുക, അതിൽപ്പെട്ടതാണ് സൂറത്ത്, അതിൽപ്പെട്ടതാണ് ഒരുപാട് അത്തഹിയാത്തിന് ശേഷമുള്ള സലാത്ത് കഴിഞ്ഞിട്ടുള്ള ദുആ. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തില്ല. അതേസമയത്ത് ഖുനൂത്ത്, ഒന്നാമത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക, ഖുനൂത്തിന് വേണ്ടി നിൽക്കുക, പിന്നെ ഏതൊക്കെയാണ്? രണ്ടാമത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേലെ സലാത്ത് ചൊല്ലുക. ഇത്തരം കാര്യങ്ങളാണ് അബ്ആദ് സുന്നത്ത്. അവ ഒഴിവാക്കിയെങ്കിൽ, അവ മനഃപൂർവമോ മറന്നോ ഒരാൾ ഒഴിവാക്കിയാൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പായിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അബ്ആദ് സുന്നത്തുകൾക്ക് മാത്രമേ സുന്നത്തുള്ളൂ, ഹൈആത്ത് സുന്നത്തുകൾക്ക് സുന്നത്തില്ല. തബ്ലീഗ് ഇവിടെ സിയാ പ്രവർത്തനം ആണ് ഇവിടെ മുസ്ലിങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞു, സമസ്ത നടത്തുന്നതെന്ന് പറഞ്ഞു. കൊണ്ടോട്ടിയിൽ നടത്തുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു. അങ്ങനെ നടത്തി കൊണ്ടോട്ടിയിൽ അങ്ങനെ നടത്തുന്നുണ്ടോ ഈ തങ്ങന്മാരതിയിൽ? മനസ്സിലായില്ല. അതുപോലെ തന്നെ സമസ്തന്റെ ഒരു ഫത്വ കണ്ടിട്ടുണ്ട്. പിന്നെ മുസ്ലിം ഈ കൊണ്ടോട്ടി തക്കിയ ചെയ്യുന്ന ഷിയാ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് ഫത്വ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടത്തുന്ന സലാത്ത് ശരിയാണോ? കുമ്പക്കൽ നടത്തുന്നുണ്ട് സലാത്ത്, അതൊക്കെ ശരിയാണോ എന്നുള്ള അതിനെ പറ്റിയൊരു വിവരം. അതായത് തക്കിയാവില് പഴയ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നിങ്ങളെക്കാട്ടുള്ള വിഷയത്തിൽ എനിക്ക് ഇൽമില്ല, എന്റെ അറിവ് വെച്ചുകൊണ്ട് പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊണ്ടോട്ടിയിൽ ആദ്യമായി, എന്റെ ചരിത്ര പഠനം പൂർണ്ണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം കൊണ്ടോട്ടിക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്, തക്കിയാവ് മഹല്ലുകാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതിന്റേതായ ഒരു ശൂന്യത ഈ മറുപടിയിലുണ്ടാവും. അത് നിങ്ങൾ പുറത്തു തരണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊണ്ടോട്ടിയിലേക്ക് ആദ്യമായിട്ട് ബോംബെയിൽ നിന്ന് വന്ന ആ തങ്ങൾ എന്ന് പറയുന്നത് മഹാനായ തങ്ങളാണ്. അദ്ദേഹം വലിയ മഹാനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരിൽ ചില അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സുജൂദ് ചെയ്യുന്ന ഏർപ്പാട്, മുരീദുമാർ ഖലീഫയുടെ മുമ്പിൽ വന്നിട്ട് നെറ്റിത്തടം നിലത്ത് സാഷ്ടാംഗത്തിൽ കിടക്കുന്ന ആ ഏർപ്പാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഏർപ്പാട് ഉണ്ടായത് കാരണത്താൽ അക്കാലത്തുള്ള പൊന്നാനി അതുപോലെ കോഴിക്കോടുള്ള ഉലമാക്കൾ അതിനെ രൂക്ഷമായിട്ട് എതിർത്തിട്ടുമുണ്ട്. അതേസമയത്ത് ചരിത്രം സൂക്ഷ്മമായി നിരീക്ഷിച്ച ചരിത്ര പണ്ഡിതന്മാർ, അത് ആത്മീയമായും ചരിത്ര അപഗ്രഥനത്തിലൂടെയും നിരീക്ഷിച്ച പണ്ഡിതന്മാർ, അങ്ങനെ രണ്ട് പണ്ഡിതന്മാരുണ്ട്. ആത്മീയമായിട്ട് ആ വിഷയത്തെ നിരീക്ഷിച്ച പണ്ഡിതന്മാരുണ്ട്, ചരിത്ര അപഗ്രഥനത്തിലൂടെ അതിനെ സമീപിച്ച പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഈ രണ്ട് പണ്ഡിതന്മാരും പറയുന്നത്, അതിൽ അപവാദമുള്ള പണ്ഡിതന്മാരുണ്ട്, മൊത്തം ഷിയാവൽക്കരിച്ചുകൊണ്ട് എതിർക്കുന്ന പണ്ഡിതന്മാരുണ്ട്. കൊണ്ടോട്ടിയിലുള്ള ആളുകളെ സംബന്ധിച്ച് ആത്മീയ തലത്തിലൂടെയും ചരിത്ര അപഗ്രഥനത്തിലൂടെയും സൂക്ഷ്മമായി വിലയിരുത്തിയ ഒരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത് ആദ്യത്തെ ഷെയ്ഖ് അദ്ദേഹം വലിയ മഹാനായിരുന്നു, കറാമത്തിനുടമയായിരുന്നു എന്നാണ്. പിൽക്കാലത്ത് നിയമിതരായ പല ആളുകളിലും ചില തോന്നിയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെ അക്കാലത്തുള്ള ഉലമാക്കൾ ശക്തമായി ചെറുത്ത് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ അങ്ങനെ സുജൂദിന്റെ ഏർപ്പാട് അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല.
അതുകൊണ്ട് ഒരു കൂട്ടര് ഒരു കാലത്തുണ്ടായത് അവർ തിരുത്തിയിട്ട് നന്നായിക്കണമെങ്കിൽ അന്നുണ്ടായത് അങ്ങനെ ഇന്ന് എതിർക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഇന്ന് അങ്ങനെ സംഭവം ഇല്ലെങ്കിൽ നമ്മൾ എതിർക്കും വേണ്ട, ഉണ്ടോ എതിർക്കും വേണം. അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. ഇന്ന് അതുകൊണ്ട് സലാത്ത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. സലാത്തിനല്ല ഉലമാക്കൾ എതിർക്കുന്നത്. ഈ ഖലീഫയുടെ മുമ്പിൽ മുരീദുമാർ സാഷ്ടാംഗത്തിൽ കടന്നുകൊണ്ടുള്ള ചില കാട്ടിക്കൂട്ടലുകൾ, അത് തെറ്റാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ട് അവർ തിരുത്തിയിട്ടുണ്ടാവും. തിരുത്തി കഴിഞ്ഞാൽ നിങ്ങളെ വാപ്പാര് ചെയ്തിരുന്നു പറഞ്ഞാണ് മക്കളെ എതിർക്കുന്നത് ശരിയല്ല. ഫത്വ എന്തിനാ പിൻവലിക്കുന്നത്? അക്കാലത്തുള്ള ആ വിഷയത്തിലുള്ള ഫത്വ, അന്നത്തെ ആ ഫത്വ ഇന്നും നിലനിൽക്കല്ലേ. അന്നത്തെ തെറ്റാണെന്ന് പറയുന്ന ഫത്വ, അതിന്റെ അർത്ഥം ഇന്ന് അത് തിരുത്തി കഴിഞ്ഞാൽ, ഞാനിപ്പോ കള്ളുടിച്ചതുകൊണ്ട് വിചാരിക്കാം, അപ്പൊ നിങ്ങൾ പറയാം മോലിനെ കള്ളുടിച്ചരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും തെളിവ് നിങ്ങൾ റസൂല പഠിപ്പിച്ചൊക്കെ എന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു. ഞാൻ അങ്ങനെ കള്ളുടി നിർത്തി. ഇപ്പൊ ഞാൻ നല്ല ആളായി. എന്നാലും നിങ്ങളെ പഴയ കാലത്തുള്ള ആ അമ്രുബിൽ മഅറൂഫ് നിലനിൽക്കുകയാണ്. അത് അന്നത്തെ കൽപ്പന തെറ്റാന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഇനിയും വന്നു കാണ്ട് എന്നോട് കള്ളുടിച്ചത് പറയാൻ പറ്റൂല. കാരണം ഞാൻ ഇപ്പൊ കള്ളുടി നിർത്തിയാലോ എന്നതുപോലെ. സഹസ്രമുള്ള ചോദ്യം തന്നെയാണ്. ഖുത്ബ എന്ന് പറഞ്ഞ പ്രസംഗമാണല്ലോ. അപ്പൊ അറബിയിലാവുമ്പോ ഒന്നും മനസ്സിലാകുന്നില്ല ജനങ്ങൾക്ക്, അത് മലയാളത്തിലാക്കിക്കൂടെ എന്നുള്ളത് ചോദ്യം. ഖുത്ബ പ്രസംഗമല്ല. ഖുത്ബ എന്ന് പറഞ്ഞാൽ നിബന്ധനകളോട് പ്രസംഗം അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം. പ്രസംഗം അടങ്ങിയ ഒരു ആരാധനയാണ് ഖുത്ബ. അപ്പൊ അതില് ജനങ്ങളെ ഉപദേശിക്കുക എന്നുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നല്ല, ഉപദേശം. പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ കവലിയിലൊക്കെ നല്ല 979 എന്ത് സംഭവിച്ചു, 928 എന്താണ് ഇവിടെ നടന്നത്, അതൊക്കെ പ്രസംഗമാണ്. പ്രസംഗമല്ല, ഉപദേശം. ഉപദേശം അടങ്ങിയ ഒരു ഇബാദത്താണ് ഖുത്ബ. അതാണ് ആ ഉപദേശം ഏതു ഭാഷയിലാവണം, ആ ഉപദേശകൻ ഏത് കോലത്തിലാവണം, അതിലൊക്കെ ഒരുപാട് നിബന്ധനകളുണ്ട്. തീരുമാനമാവില്ല. അല്ല, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. അത് അല്ല തീരുമാനം അല്ല, നമ്മൾ അങ്ങനല്ല, നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞു. എന്താണ് തീരുമാനിച്ചത്? അതെ അതെ, അതിന് മാറ്റമില്ല. ഖുത്ബ മലയാളത്തിൽ പറ്റൂല എന്നുള്ളതല്ല. വേം പറയും സമയമില്ല. പക്ഷെ അതിന് അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. അതായത് നിങ്ങൾ സൗദിയത്തെ ഖുത്ബ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സൗദിയത്തെ, ഞാൻ അവിടെ ഞാൻ പല ജുമാക്കും സൗദിയിലും മറ്റൊട്ടും ഖുത്ബക്ക് പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഖുത്ബ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അറബി ഭാഷ. ആ അറബി ഭാഷ ആ നാട്ടുകാർക്ക് പോലും മനസ്സിലാവില്ല. സൗദിക്കാരായ ബതുക്കളായ വിദ്യാഭ്യാസമില്ലാത്ത അറബികളാണല്ലോ ഇപ്പോഴല്ലോ അവർക്ക് വിദ്യാഭ്യാസം തുടങ്ങിയത്. സാഹിത്യ ഭാഷ അഭ്യസിക്കാത്ത അറബികൾക്ക് മനസ്സിലാവാത്ത നല്ല ഖുർആനിന്റെ ഭാഷയിലാണ് അവിടെ ഖുത്ബ ഓതുന്നത്. ആ നാട്ടുകാർക്ക് പോലും ആ ഭാഷ മനസ്സിലാവില്ല. നമ്മൾ നല്ല സാഹിത്യത്തിൽ പറഞ്ഞ അറബിയൊക്കെ മനസ്സിലാവില്ല. ഇപ്പൊ മലയാളത്തിന്റെ എം ടി വാസുദേവൻ നായരുടെ ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? എന്നതുപോലെ നല്ല സാഹിത്യ അറബിയിലുള്ള ഖുത്ബ നാട്ടിൽ ഇപ്പൊ വിദ്യാഭ്യാസം ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് മനസ്സിലാവും. പഴയ കാലത്തിന്റെ അറബികൾക്ക് മനസ്സിലായിരുന്നില്ല. എന്നിട്ടും എന്തേ ബതുക്കള ഭാഷയിൽ ഖുത്ബ ഓതാതിരുന്നത്? അപ്പൊ ആ പറഞ്ഞ തെറ്റാണ്. സൗദിക്കാര് അറബികളായതുകൊണ്ടാണ് അവർ അറബിയിൽ ഓതിയത്. അവിടുത്തെ അറബികൾക്ക് മനസ്സിലാവാത്ത ഒറിജിനൽ അറബിയിലാണ് അവർ ഓതിയത്. അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അത് തെറ്റാണ്. അതെ, കൊണ്ടോട്ടിൻ്റെത് ആദ്യം വന്നാട് മഹാൻ പിന്നൊരു അതും പറയാൻ പാടില്ല. ആ മഹാന്മാരുടെ കാലത്ത് തന്നെ നമ്മൾ പഠിച്ചത് കേട്ടത് കേൾവിയാണ്. അവരെ മൗലൂദ് എഴുതിക്കുന്നത് ചരിത്രം അബ്ദുൽ അസീസ് മഖ്ദൂം, അതിന്റെ ശേഷമുണ്ടായ കാര്യങ്ങൾ അതിന് സമസ്തന്റെ രീതിയിൽ അഹമ്മദ് സിരിയാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പുവെച്ചതിന്റെ ശേഷം പറ്റിപ്പോയി. ആ അഹമ്മദ് സിരിയാർ തന്നെയാണ് ഇവിടെ ഇമാമത്ത് വഹിച്ചത്, ഖാദിസ്ഥാനം വഹിച്ചത്. ശേഷം മയമോലിയത് ആ തെറ്റാണെങ്കിൽ അയാൾ വയ്ക്കാൻ പാടില്ല. അത് അന്നും തിരിച്ചില്ല, അന്നും പിന്നെ കൊണ്ടുപോയിട്ട് ഇപ്പോഴും അത് വരും.
ആരെയും വന്നിട്ട് ഒന്ന് തിരുത്താൻ വേണ്ടിത്താൻ വേണ്ടി നമ്മളെ എഴുതി കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ തങ്ങൾ ഞാൻ 10-26 കൊല്ലം ഓലപ്പം നടന്നു. അതെ അതെ. നമ്മൾ എഴുതി കൊടുത്തിട്ടില്ലല്ലോ, നമ്മൾ എഴുതി കൊടുത്തല്ല, അവർ എഴുതി വെച്ച് അവർ പിൻവലിക്കുക. ഇവർ പിൻവലിക്കാൻ വേണ്ടി വളരെയധികം എത്രയോ തവണകൾ ആവശ്യപ്പെട്ടതാണ്. ആരോട്? സംസ്ഥാനോടോ? സംസ്ഥാന വണ്ടി തന്നാൽ അത് പിൻവലിക്കാൻ എഴുത്തുണ്ടാണ്. അതിനെപ്പറ്റി നമ്മളെ എഴുതിയേക്കാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവിടെ ഉമ്മർക്കാദിപ്പാപ്പ് വന്നുകള്, കുത്തുബി വന്നുകള്, അതൊക്കെ ഇവിടെ ഉമ്മർക്കാദിപ്പാപ്പ് വന്നിട്ട് അവിടെ സുജൂദ് ചെയ്യാറുള്ളത് എന്തിനാണ്? അവിടെ കാൽക്കലല്ല, അത് ചരിത്രം പറയാൻ വരിക, കൊണ്ടോട്ടുന്ന ചരിത്രം എഴുതാൻ വരിക. നിങ്ങൾ നാളെ വ്യാഴാഴ്ച നാളെ മറ്റന്നാൾ അപ്പൊ അതിന്റെ സംഭവം ഞാൻ കാട്ടിത്തരാം. അവിടെ കല്ലുണ്ട്, അത് മാറ്റി 12 വന്നപ്പോൾ 1 മീറ്റർ നീളം, അത് സൂറത്തുൽ ബറാത്തും ആയത്തുൽ കുർസിയാണ് എഴുതിയത്. അത് കാണുമ്പോഴാണ് ഈ അത് ഓതിയിട്ടാണ് ചെയ്യേണ്ടത്. അതല്ലാതെ തങ്ങളുടെ കാലത്ത് മുത്തല്ലിയിൽ കല്ലൊന്നുമില്ല. അപ്പൊ മഹാനായ ആള് വന്നതിന്റെ 10ാമത്തെ ആള് വന്ന് അവിടെ താന്റെ കസാലയിൽ ഇരിക്കാറില്ല. അവർക്കുള്ള ഇൽഹാമും അവർക്കുള്ള ഫൈവാവും അതിൽ കിട്ടും. അവര് മോശക്കാരാണെന്നുള്ളത് നാം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാനാണ്, ചിലപ്പം ആരെങ്കിലും എഴുതിയിട്ടുണ്ടാകാം ചെയ്യാനെന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ വയ്യാത്തൊരു സംഗതിയുണ്ട്. ഞാനാ ഒപ്പം അറിഞ്ഞതാ. ആ കെട്ട് 28 അക്ഷരം കൊണ്ടാണ്, അതിന് 28 അരിപ്പാണ്ട്. അതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല. ഇപ്പോൾ പണ്ഡിതന്മാർക്ക് അറിയാം, പണ്ഡിതന്മാർ ആ ഭാഗം ചിന്തിക്കുന്നില്ല. അത് ഖുർആന്റെ ലഘു വെച്ച് കെട്ടിയാണ്. അത് 6666 കല്ലിന്റെ അക്ഷരം തന്നെയാണ്. അത് 7 ആകാശം 7 ഭൂമിയാണ്. അത് ഞങ്ങൾ മാറ്റി വെച്ചു. തോട്ടിന്റെ വരെയാണ് അതിന്റെ 1ാമത്തെ ഫൗണ്ടേഷൻ കെട്ടത്. അതിന്റെ അല്ല അതിപ്പോ അല്ല, അത് നമ്മൾ വേറെ ചർച്ച ചെയ്യാം. അത് ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വേറെ ചർച്ച ചെയ്യാം. അല്ല, അത് വേറെ ചർച്ച ചെയ്യാം, സ്വകാര്യ ചർച്ച. അല്ലാതെ ആ വിഷയം അത് നമ്മൾ ഇപ്പത്തെ ഈ വിഷയം ഉണ്ടല്ലോ, അതായത് അത് കുറച്ച് ഗഹനമായ ഇരിക്കും. അതിലെ ഉസ്താദ് ആദ്യം പറഞ്ഞല്ലോ കൊണ്ടോട്ടി അല്ലാതെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ല ആചാര്യ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. നമുക്ക് ആ വിഷയം ഉസ്താദ് ആദ്യം പറഞ്ഞു, ആ വിഷയം കൂടുതൽ പഠിച്ചിട്ടില്ല ഉസ്താദ് ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് ചർച്ച ചെയ്യണ്ട, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്ല, അവിടെ ഇരിക്കും. നിങ്ങൾ പറഞ്ഞ ബോധ്യപ്പെട്ടു. അതെ, ഇരിക്കും. അതായത് നമ്മൾ ആ വിഷയത്തിലേക്ക്, അതൊരു ചരിത്രപരമായ ഒരു വിഷയമാണ്. അത് ചരിത്ര പണ്ഡിതന്മാരോടും അതുപോലെ ആത്മീയ പണ്ഡിതന്മാരോടൊക്കെ ചർച്ച ചെയ്യേണ്ടുന്നതും പരിഹാരം കാണേണ്ടുന്നതുമായൊരു വിഷയമാണ്. അതൊരു പ്രാദേശിക വിഷയമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും തൽക്കാലം നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. അതവിടെ നിർത്തി, നിങ്ങളെ വിശദീകരണത്തോടുകൂടി നിർത്തി. ഇൻഷാ അല്ലാഹ് ആദ്യം നിർത്തി. ഇനി അടുത്ത വിഷയം. സമയം ഒരുപാടായി. ഇനി ആർക്കും മറ്റു ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ പ്രസംഗം നിർത്താം. അപ്പോ സ്വലാത്തിൽ കുഴപ്പമില്ലാന്ന് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വിഷയം അതുമായി ബന്ധപ്പെട്ട പ്രാദേശികമായ വിഷയം അതവിടെ നിൽക്കട്ടെ. ഇനി വേറെ ചോദ്യങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? വേറെ ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. എല്ലാവരും ഒന്ന് ഉള്ളു, ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഉള്ളു കളിക്കാം. ഒന്ന് ദ്വാരന്ന് പിരിയാം. നമ്മൾ ഒരുപാട് മദ്രസയുടെ മുകളിൽ സ്ത്രീകളുണ്ട്. അതുപോലെ ഇവിടെ ഈ നമ്പോലം കുന്ന് ഈ മദ്രസയിൽ വെച്ച് നടത്തിയ ഈ പരിപാടി ഒരുപക്ഷെ ഈ സദസ്സിൽ
ഒരു മാക്സിമം 100 പുരുഷന്മാരും 100 സ്ത്രീകളും മാക്സിമം ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ ഈ ശബ്ദം, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംസാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ലാസ്റ്റ് നമ്മുടെ ആചാര്യ സംസാരിച്ചല്ലോ, ഇതുവരെ അത് എല്ലാ ആളുകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അതിന്റെ റിപ്ലൈ അതിനിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിന്റെ ഈ ഒരു ബർക്കത്ത്, ഇൽമിന്റെ സദസ്സ് സംഘടിപ്പിച്ച ആളുകളുടെ ഉദ്ദേശശുദ്ധിയുടെ ബർക്കത്ത്, ആ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തന്ന നിഅമത്താണ്. എല്ലാവർക്കും വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിച്ച സംഘാടകർക്കും ഇത് എത്തിച്ചു കൊടുത്ത ആളുകൾക്കും ഇതിനുവേണ്ടി ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾക്കും തെറ്റിദ്ധാരണകൾ തിരുത്താൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്കൊരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ചെറിയൊരു ദുആ നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചിട്ട് നമുക്ക് പിരിയാം. അല്ലാതെ ആരും പിരിഞ്ഞു പോകരുത്. സ്ത്രീകൾ വീട്ടിലും വെച്ച് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് കുഴങ്ങിയ ആളുകളായതുകൊണ്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മർ റഹ്മാനായ റബ്ബേ, അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. ഇൽമിന്റെ മജ്ലിസായി ഇതിനെ നീ ഖബൂലാക്കണം റഹ്മാനെ.